ഗുഡ് ഈവനിങ് എവരിബഡി. എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങൾ? എന്താണ് സ്ക്രീനിൽ ജീവനോടെ രണ്ടുപേരെ ഞാൻ കാണുന്നു. യാസിർ പാലക്കാത്തുടി ആൻഡ് ശ്വേത. ബാക്കിയുള്ള മഹാന്മാരും മഹാദികളും ഇപ്പൊ വരും എന്ന് ഞാനിപ്പോ വിചാരിക്കുന്നു. വരും, സ്ക്രീനിൽ ഇപ്പൊ വരും. ഉം. അപ്പോ ഒരു സൈക്കോ അനാലിസിസിനെ കുറിച്ചുള്ള ഒരു എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം. സാർ ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി എന്നുള്ളതാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് മാഡം. അപ്പൊ എല്ലാം അറിയുന്ന നിങ്ങൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൽ വെച്ച് ഇങ്ങനെ മുന്നോട്ട് പോകാൻ ആലോചിക്കുന്നത്. കാരണം ഇല്ല, അങ്ങനെ അങ്ങനെ നല്ലത്. നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം, നമ്മളിങ്ങനെ അങ്ങനെ 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 പോവാം. യാസിർ ഭായ്. അതെ അതെ. ഉം. അപ്പൊ എന്നാല് എവിടെയാണ് നമ്മുടെ ഷാക്കിറെ? എന്താണ് വീഡിയോയിൽ ഇങ്ങോട്ട് വരാത്തത്? പിന്നെ ഒന്നും പറയാതിരിക്കാൻ വയ്യ. കാരണം നിങ്ങളുടെ സൈക്കോ പാർക്ക് അതിഗംഭീരമായ ഒരു യാത്രയായിരുന്നു. നിങ്ങളുടെ ഒക്കെ ഒരു എന്താ പറയാ, നമ്മള് കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നല്ലേ പറയുന്നത്, അല്ലെ? ആളുകളുടെ ഒരു വേവ് ലെങ്ത്തും വൈബും രസങ്ങളും അവരെന്താന്നുള്ളതിന് ചെറിയൊരു ധാരണയൊക്കെ നമുക്ക് കിട്ടുന്നല്ലേ പറഞ്ഞേ. നിങ്ങളത് ഭയങ്കര അടിപൊളിയായിട്ടോ, ഭയങ്കര സൂപ്പറാണ്. തീരെ വയ്യാഞ്ഞിട്ടും തിരക്കില്ലാത്ത തിരക്കിൽ തിരക്കിക്കൊണ്ട് ഓടിയെത്തിയ നിമ്മി അടക്കം പോകുന്ന പോക്കിൽ എല്ലാരും കാണാൻ കഴിയാത്ത സങ്കടത്തിലാണെങ്കിലും ഒരു ചിപ്സ് നേരെ ഞാനിവിടെ ഉണ്ട് എന്ന് അറിയിച്ചിട്ടാണ് നിമ്മി അവിടുന്ന് പോയത്. ഏഹ് കൂടെ ഇല്ലാഞ്ഞിട്ട് ഇങ്ങനെ മേലെന്ന് ശോ എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ സാർ എന്ന് ചോദിച്ച് സിറാജിന്റെ വിഷമങ്ങൾ സിറാജ് ക്ലിയർ ചെയ്തു. എല്ലാവരും അടിപൊളിയായിരുന്നു കേട്ടോ. യാത്രകൾ ഭയങ്കര രസകരമായിരുന്നു. ഞാനും മാഡമൊക്കെ കഴിഞ്ഞ ദിവസം അതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു. നമ്മളെ ഓരോരുത്തരും പൊളിയാണ്, സൂപ്പറാണ്. അതൊരു ജേണിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അടിപൊളി ടീം, സൂപ്പർ. ഈ വൈബ് ഇതുപോലെ നിലനിർത്തുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പലപ്പോഴും പല ബാച്ചുകളിൽ ഉണ്ടാകുന്ന ഒരു പിന്നെ പ്രയാസമായിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു വീക്ക്നെസ് ആയിട്ടോ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. ഭയങ്കര വൈബ് വയ്ക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആ വൈബ് എവിടേക്കാണ് പോയതെന്ന് യാതൊരു അഡ്രസ്സും ഉണ്ടാവില്ല. 10 ഏരിയയിലേക്ക് മുങ്ങിപ്പോവാൻ സാധ്യതകൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. വേറെ ഒന്നല്ല, തിരക്കായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നേരത്തെ സിറാജ് പറഞ്ഞവര്, അതുകൊണ്ടാണ് ഞാൻ IFPP എന്ന് പറയുന്ന ഒരു സംഭവത്തെ നമ്മൾ രൂപീകരിച്ചിട്ട് ഇങ്ങനെ നിങ്ങളുടെ ഫോളോ അപ്പ് ചെയ്ത് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ്. കാരണം അത് ഉണ്ടെങ്കിൽ മാത്രമേ, നിങ്ങളുടെ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡെവലപ്പാക്കി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഏകദേശം എല്ലാവരും എത്തിയെന്ന് വിചാരിക്കുന്നു. ഷൈനി തെറ്റല്ലേ? നിഷ്മക്ക് ഒന്ന് രണ്ടും കൽപ്പിച്ച് റെഡി ആയിട്ട് ഇറങ്ങിയത്. ടാൻ ടടാൻ. ആരടാന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഇരുത്താ. ഏയ്, ആളെന്താ അറിയോ, യഥാർത്ഥ ഫൈറ്റർ ആണെന്ന് നമുക്ക് മനസ്സിലായി. യഥാർത്ഥ ഫൈറ്റർ ഇങ്ങനെ പ്രതികരിക്കൂലല്ലോ, സൈലന്റ് ആയില്ലേ നിൽക്കുള്ളൂ. ഒന്നും പ്രൂവ് പേടിയാണ്, ചെയ്യാൻ ഒരു അകലങ്ങനെ വെച്ചിട്ടാണ് നമ്മള്. അകലം വെക്കേണ്ട ആവശ്യമില്ല, പാവാണ്. ഏഹ് അത് ഫീൽഡിലേക്ക് കുപ്പായിട്ട് കഴിഞ്ഞാൽ മാത്രമേ ഫീൽഡിലേക്ക് ഇറങ്ങുന്നതാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ അങ്ങ് നമ്മൾ പഠിച്ചതൊക്കെ ഒന്ന് മിണ്ടിയും പറഞ്ഞു അങ്ങ് പോവാം. നിങ്ങൾ മിണ്ടിയും പറഞ്ഞും ചെയ്താൽ മതി. സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന ഒരു ഒരു ഏരിയ, നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ പഠിച്ചത് സൈക്കോ അനാലിസിസ് ഇസ് എ കോൺട്രിബ്യൂഷൻ ഓഫ് സിഗ്മണ്ട് ഫ്രോയിഡ് എന്നുള്ളതാണ്. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ വലിയൊരു കോൺട്രിബ്യൂഷൻ ദ ഫീൽഡ് ഓഫ് സ്കൂൾസ് ഓഫ് സൈക്കോളജി. ഹ്യൂർമണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്പ്യാർ സാർ വന്ന സമയത്ത് നിങ്ങൾ കുറെ കാര്യങ്ങൾ സൈക്കോ അനാലിസിസുമായി ബന്ധപ്പെട്ടതൊക്കെ നമ്പ്യാർ സാറോട് ചോദിച്ചിരുന്നു, ഓർമ്മണ്ടോ? Yes. യെസ്. എന്തൊക്കെയോ കാര്യങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്തിരുന്നു സാറോട് ചോദിച്ചിട്ട്. അപ്പൊ നമ്മള് ഇന്ന് അതിനൊന്ന് നിങ്ങള് ഒരുപാട് തരത്തിൽ നിങ്ങൾ കൗൺസിലിംഗ് ചെയ്യും. ഓക്കെ. ഒരു തരത്തിൽ കൗൺസിലിംഗ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ യൂസ് ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് ടു മാനേജ് യുവർ ക്ലയൻസ്, അല്ലെ? നമ്മള് ഫോർത്ത് പേപ്പർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് തെറാപ്യൂട്ടിക് മാനേജ്മെന്റ് ആണ് കേട്ടോ. അല്ല ജസ്റ്റ് ഇങ്ങനെ പഠിക്കുന്നതിന് അപ്പുറത്തേക്ക് ഒരു തെറാപ്യൂട്ടിക് മാനേജ്മെന്റിൽ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഫോർത്ത് പേപ്പർ പഠിക്കുന്നത്. അപ്പൊ ഈ ഫോർത്ത് പേപ്പറിൽ കണക്ട് ചെയ്തിട്ട് ഇതിനെ പറയുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം, നമ്മുടെ മുമ്പിലേക്ക് ഒരു ക്ലയന്റ് വരുന്നു. ആ ക്ലയന്റ് ആ ക്ലയന്റുമായിട്ട് നിങ്ങൾക്ക് ഇന്ററാക്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച വന്ന ഒരു ക്ലയന്റിനെ കുറിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ലാസ്റ്റ് സെഷനിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്? കൺസോൾട്ടേഷൻ സെഷൻ പറഞ്ഞിരുന്നല്ലോ, അല്ലെ?
ഓർമ്മയുണ്ടോ? ഇന്റേൺഷിപ്പിന്റെ ഒരു കൺസോൾട്ടേഷൻസിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അന്ന് ഞാൻ ഈ കേസ് പറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ടാ. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് വന്നൊരു കേസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നു. നിങ്ങൾ ഓർമ്മയുണ്ടോ അത്? അയാള് ഭയങ്കര ഒരു സ്റ്റബേണായിട്ട് ഇങ്ങനെ മുമ്പിൽ ഇരുന്നൊരു കേസ്. ഇല്ല സാർ പറഞ്ഞില്ല. ഇല്ല. ശരി. അപ്പം അപ്പുറത്ത് 2 കുട്ടികൾ അപ്പുറത്ത് ഇപ്പുറത്തുള്ളതുകൊണ്ടേ എനിക്ക് 2 കുട്ടികള് നമുക്ക് സ്നേഹമാണ്. ഒരേപോലെ പറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം. ഇത്രയേ ഉള്ളൂ. ഹസ്ബൻഡും വൈഫും കയറി വന്നു. ഹസ്ബൻഡിന്റെ നല്ല താടിയുള്ളവര്, മെലിഞ്ഞിട്ട് നല്ല താടിയുള്ള ഒരാൾ, മീശൊക്കെ നല്ല കട്ടി മീശയാണ്. അദ്ദേഹത്തിന്റെ തലയിൽ താങ്ങാവുന്നതിലും കൂടുതൽ മുടിയുണ്ട്. ഇങ്ങനെ ഒരു കെട്ടി മുടി പോലെ ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മുടിയുള്ളത്. നേരെ വന്നു, കാൽമേൽ കാല് കയറ്റി വെച്ച് 2 കൈ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്നു. വൈഫും കൂടെയുണ്ട്. വൈഫ് ആകെ സങ്കടത്തിന്റെ ഒരു മുഖഭാവമാണ് വൈഫ് ഇരിക്കുന്നത്. ഉടൻ തന്നെ നമ്മൾ ആദ്യം ഫാമിലി കൗൺസിലിംഗ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ 4-5 കാര്യങ്ങൾ ആദ്യം തന്നെ അങ്ങ് ഒരു ഇൻട്രോ ആയിട്ട് പറഞ്ഞേക്കും. എന്തൊക്കെയാ പറയാറ്? ഞാൻ കുറെ വട്ടം പറഞ്ഞ സംഭവമാണ്. എന്തൊക്കെയാ നമ്മൾ പറയാ ഫാമിലി കൗൺസിലിംഗിന് വന്നാല്? നിങ്ങൾ പേഴ്സണലായിട്ട് പറയുന്നത് തമ്മിൽ അങ്ങോട്ട് പറഞ്ഞുതരില്ല. മോനെ ചാക്കിർ ഗോൾ അടിക്കരുത്. പിന്നെ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടേത് തന്നെയാണ് അതിന്റെ റിസൾട്ട്. നിങ്ങൾ തന്നെയാണ് അതിന്റെ പിന്നെ ആർക്കാണ് ആദ്യം എന്റെ അടുത്ത് ഇരിക്കേണ്ടത് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ. പിന്നെ കയ്യാനായി. ഇത് നിങ്ങളെന്താ പറയണം എന്നോട്? പിന്നെ ആര് ഇരുന്നിട്ടുണ്ടെങ്കിലും സെയിം പ്രയോറിറ്റി ആയിരിക്കും ഉണ്ടാവില്ല. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ നെഗറ്റീവ് സൈക്കിൾ അത് ചെയ്യിപ്പിക്കും. അല്ല, അവിടേക്ക് എത്തിയില്ല. ശരി, ചെയ്യിപ്പിക്കും. കറക്റ്റ്, സിയോ പറഞ്ഞ കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നോക്കൂ, നിങ്ങൾ ഫാമിലി കൗൺസിലിങ്ങിനാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ഞങ്ങൾ ഇരിക്കുന്നത് ഞങ്ങളുടെ ലൈഫ് മനോഹരമാവാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു പ്രാർത്ഥന ഉണ്ടായിരിക്കണം. നമ്പർ 2, നിങ്ങൾക്ക് 2 പേർക്കും നിങ്ങളുടേതായ ഒരു സമയം ഞാൻ തരും. ഈ സമയത്ത് നിങ്ങൾക്ക് ആദ്യം ആർക്ക് വേണമെങ്കിലും ഇരിക്കാം, പക്ഷെ എനിക്ക് 2 പേരെയും ഒരേ പ്രയോറിറ്റി എനിക്ക് ഉണ്ടായിരിക്കാം. 3-ാമത്തെ പോയിന്റ് നമ്മൾ പറയും, ഒരാൾ പറഞ്ഞത് മറ്റൊരാളോട് ഷെയർ ചെയ്യില്ല. ഓക്കെ, ഷെയർ ചെയ്തുകൊണ്ടല്ല നമ്മൾ സംസാരിക്കുക. നിങ്ങൾ പറയുന്നതിന് 100% കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ കീപ്പ് ചെയ്യും. 4-ാമത് നമ്മൾ പറയും, നിങ്ങൾ ഇനി ഒരുമിച്ച് സംസാരിക്കുന്ന സമയത്ത് പറയുന്നത് പരസ്പരം കുറ്റം പറയുന്നതല്ല, പക്ഷെ നിങ്ങളുടെ ഇത്രയും കാലം നിങ്ങളുടെ മനസ്സിലുണ്ടായ കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു എന്നതിനെ ഷെയർ ചെയ്യുന്നതാണ്. ആ രൂപത്തിൽ എടുക്കാവൂ. 5-ാമത്തെ കാര്യം പറയും, ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും പിന്നീട് വെളിയിച്ചിട്ട് ഇതെന്ത് പറഞ്ഞു അത് പറഞ്ഞുകൊണ്ട് ഇഷ്യൂസിലേക്ക് പോകരുത്. അത് ഇവിടെ തീരണം. 6-ാമത്തെ കാര്യം നമ്മൾ പറയുന്നു, എന്ത് ചേഞ്ചസ് ഇതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നിങ്ങളുടെ ഡിസിഷൻ ടേക്കിങ്ങിന്റെ കാരണമായിട്ടുള്ള നിങ്ങൾ വരുത്തുന്ന മാറ്റമാണ്. അല്ലാതെ കൗൺസിൽ സാർ പറഞ്ഞുകൊണ്ട് അങ്ങനെ മാറി എന്നുള്ള രൂപത്തിൽ നിങ്ങൾ സംസാരിക്കരുത് എന്നുള്ള 5-6 കാര്യങ്ങൾ നമ്മൾ അങ്ങ് പറയും. ഓക്കെ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുട്ടികളോടൊക്കെയാണ് നമ്മൾ പറയും, ഉപദേശങ്ങളൊന്നും നിങ്ങൾക്ക് തരാനില്ല. കാരണം നിങ്ങളുടെ ലൈഫിൽ തീരുമാനം എടുക്കാനുള്ള എല്ലാ പൊട്ടൻഷ്യലുള്ള ആളുകളാണ് എൻ്റെ മുമ്പ് ഇരിക്കുന്ന വിശ്വാസത്തിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നതെന്ന് പറയും. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളെല്ലാവരും കഴിവുള്ളവരാണെന്നൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക് അവർക്കൊരു കൺഫർമേറ്റീവ് ബയാസ് കയറി വരും. മീൻസ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു സാധനം കയറി വരും. റിജക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഒപ്പോസിഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് ഫീൽ ചെയ്യും ഞാൻ മോശക്കാരനായതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത് എന്നൊക്കെ തോന്നിപ്പിക്കുന്ന രൂപത്തെ അവിടെ തന്നെ സെറ്റാക്കി വെച്ചിട്ടേ നമ്മൾ എന്ത് തുടങ്ങുള്ളൂ, കലാപരിപാടി തുടങ്ങുള്ളൂ. അങ്ങനെ ഈ മനുഷ്യൻ കയറി വന്ന് ഇരുന്ന് അപ്പൊ ഞാൻ ഈ ഡയലോഗ്സുകളൊക്കെ പറഞ്ഞ് അപ്പൊ ഞാൻ ആദ്യം നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാക്കിയിരിക്കാം, അത് കഴിഞ്ഞിട്ട് അടുത്താക്കിയിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് തീരുമാനിക്കാമെന്ന് പറയാറില്ല കേട്ടോ. ആദ്യം ഒരാക്കിയിരിക്കാം, അത് കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ പറയും നിങ്ങൾ ഡിസൈഡ് ചെയ്യും എന്ന് പറയും. അപ്പോ ഇയാള് ഒറ്റടിക്ക് പോയിക്കോ നേരുന്നോളാം. ഇത് പറയുന്നതോടുകൂടി ഇതിന്റെ ഒരു ടേണിംഗ് പോയിന്റിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് കൗൺസിലിങ്ങിന് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല. ഐ നോ അവർ പോയിന്റ്, വി ക്യാൻ മാനേജ് എവറിഥിങ്. See, my wife is very stubborn. See, our life, I'm very busy man. I was at abroad and പിന്നെ നിങ്ങൾക്ക് അറിയാലോ, അവിടെ ചെറിയ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ആളെ ജയിലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ 6 മന്തിലേറെ അവിടെ ആവും. അറിയാം.
അപ്പൊ അങ്ങനെ ചെറിയൊരു പ്രയാസം ഉണ്ടായി. നാട്ടിൽ വന്ന ബിസിനസ്സാണ്. ഐ ഹാവ് നോ ടൈം ആക്ച്വലി. പിന്നെ വൈഫ് ഭയങ്കര ദേഷ്യമാണ്, ഭയങ്കര ചൂടാണ്, പ്രശ്നമാണ്. ഞങ്ങൾ ഭയങ്കര ഇതോ ഇപ്പൊ അവർക്ക് ഞാൻ സമയം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്റെ സിഗരറ്റ് നിർത്തണം. ഞാൻ സിഗരറ്റ് വലിക്കുന്ന അങ്ങനെ ആളൊന്നല്ല, ബട്ട് എന്റെ സിഗരറ്റ് നിർത്തണം. പക്ഷെ എന്റെ സോഷ്യൽ ഡ്രിങ്ക് ചെയ്യുന്ന ആളൊന്നല്ല. ബട്ട് സോഷ്യൽ ഡ്രിങ്ക് അവളും എന്റെ കൂടെ വന്ന് അടിച്ചതാണ്. ഞാൻ ഇപ്പൊ അടിക്കുന്നതിന് പറ്റുന്നില്ല. നിങ്ങൾ പാർട്ടിക്ക് പോയതാണ്, ഇപ്പൊ ഞാൻ പാർട്ടിക്ക് പോകണത് പറ്റുന്നില്ല. ഞാൻ 90 ഒരു 15 years ആയി ഞങ്ങളെ മാരേജ് കഴിഞ്ഞിട്ട്. എത്ര മിനിറ്റ് ആയി? പൊന്നു ചങ്ങാതിമാരെ, നമുക്ക് ഇത് 5 minutes. എന്തെങ്കിലും ആയോ 5 മിനിറ്റിന്? ഒന്നും ആയിട്ടില്ല. ഒന്നും ആയില്ല. നമുക്കാണെങ്കിൽ ഇത് ഒരു 1.5 മണിക്കൂർ ഉണ്ടെങ്കിൽ ഇത് തീരുമാനമാക്കണം. ആക്കണ്ടേ? നമുക്ക് ഹിയർ ആൻഡ് നൗ ടെക്നിക്സ് അയാളുടെ ചെയ്യണം. സാറ് അയാളുടെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ലേ? അയാളൊരു സ്വയം പൊക്കിയാണ്. ക്യാരക്ടർ മനസ്സിലായിട്ട് കാര്യമില്ലല്ലോ. ഇയാള് ഫസ്റ്റ് ഗിയർ ഇട്ട്, സെക്കൻഡ് ഗിയർ ഇട്ട്, തേർഡ് ഗിയർ ഇട്ട് ഇതിക്ക് എത്തണ്ടേ? ഒന്നത് രണ്ട്, ഇയാളുടെ ഈ ഒരു ലാഗ് ചെയ്ത്, പിന്നെ അയാളുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ വളരെ റെസ്ട്രിക്റ്റഡാ. ഭയങ്കര റെസ്ട്രിക്റ്റഡ് ബോഡി ലാംഗ്വേജ് ആയിട്ട് കംപ്ലീറ്റ് കുറ്റം ആരെ തലയിൽ കൊണ്ടുപോവാ, വൈഫിന് തലയിൽ കൊണ്ടുപോവാ. ആ ഒരു സ്റ്റേറ്റിലാണ് കംപ്ലീറ്റ്. ഞാനും ഉപരോട് അറിയും, നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഞാൻ പറഞ്ഞെന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ്, എനിക്കറിയാം. അപ്പൊ തെറാപ്യൂട്ടിക് പാർട്ടിലേക്ക് ആയതുകൊണ്ട് ഞാൻ ചോദിച്ച കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. നിങ്ങൾ അതല്ലേ ആഗ്രഹിക്കുന്നത്, അല്ലാതെ അതിന്റെ ഒരു തിയററ്റിക്കൽ പാർട്ടൊന്നല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിനോട് ഒരു ചിരിച്ചുകൊണ്ടുള്ള റാപ്പോ ബിൽഡ് ചെയ്തില്ല. ഓക്കെ, ചിരിച്ചുകൊണ്ട് റാപ്പോ ബിൽഡ് ചെയ്താൽ ഇപ്പൊ പറയുന്നതിന്റെ ഡബിൾ ലാഗിങ്ങിൽ മൂപ്പര് നമ്മളെ ഇങ്ങനെ പിടിച്ചെടുക്കാനുള്ള ഒരു നേച്ചറാണ് അവിടെ വർക്ക്ഔട്ട് ചെയ്ത്. നമ്മൾ ഒരിക്കലും പിടുത്തപ്പെടുക്കാൻ പാടില്ല. പിടുത്തം കൊടുത്ത് നമ്മളാകെ നമ്മുടെ ടൈമും കാര്യങ്ങളൊക്കെ മൂപ്പര് കയ്യിൽ നിന്ന് പോകും. മൂപ്പര് നിങ്ങൾ പറയുന്ന ഒരു കാര്യം മൂപ്പര് അനുസരിക്കാൻ പോകുന്നില്ല, മൂപ്പര് ഫോളോ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള ബോഡി ലാംഗ്വേജ് 100% വ്യക്തം. നാർസിസ്റ്റിക് ട്രൈറ്റ്സ് ഉണ്ട് അല്ലേ? നാർസിസ്റ്റിക് 100%. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താ റാപ്പോ ബിൽഡിംഗ് പറയൂ, എന്തൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് എന്ന് പറഞ്ഞിട്ട് സമയം കളയരുത്. അത് ആകെ കയ്യിൽ നിന്ന് പോയല്ലാതെ ഒരു ഗുണം അതുകൊണ്ട് അവിടെ ഉണ്ടാവില്ല. അപ്പൊ ആദ്യത്തെ ചോദ്യം ഞാനിങ്ങനെ പറഞ്ഞു വന്നപ്പോ ഫസ്റ്റ് ചോദ്യം, എന്റെ അടുത്ത് നിങ്ങളുടെ വൈഫാണ് എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളെ കുറിച്ച് പറയാൻ പോവാ? അല്ല, ഞാൻ ലെറ്റ് മീ ടെൽ ഹിസ്റ്ററീസ് പറഞ്ഞ മുമ്പ് ഞാൻ അപ്പം അഗെയിൻ മൂപ്പര് ബ്ലോക്ക് ചെയ്യണം. മൂപ്പര് പഴയ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരണം. അഗെയിൻ നമ്മളെ കട്ട് ചെയ്യുന്നില്ല, നിങ്ങൾ ഇത് പറഞ്ഞാൽ മതി. അപ്പൊ പിന്നെ 2 പ്രാവശ്യം തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന പറഞ്ഞപ്പോൾ ഓക്കെ, മേ യു ഹാവ് യുവർ ഓൺ വേ ഓഫ് കൗൺസിലിംഗ്, ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ മൂപ്പര് അതിലേക്ക് പിന്നെയാണ് ഈ പരാതികളും പരിഭവങ്ങളൊക്കെ പറയും, വൈഫ് അങ്ങനെ പറയും ഇങ്ങനെ പറയുന്നത്. ശരി, ഒരു 10 മിനിറ്റ് ആയപ്പോഴേക്കും അതവിടെ കട്ട് ചെയ്യണം ഞാനേ. ശരി, ഓക്കെ, ഞാൻ വൈഫിനോട് സംസാരിക്കട്ടെ. അല്ല, എനിക്ക് കുറച്ചും കൂടിയും പറയാം. നമ്മുടെ വൈഫിനെ കണ്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം. അപ്പൊ ഉപരി വീണ്ടും റിപ്പീറ്റ് ചെയ്തു, എനിക്ക് ഇച്ചിരി കൂടി പറയാനുണ്ട്. ഞാൻ വൈഫിനെ കണ്ടതിന് ശേഷം സംസാരിക്കാം. ഡീറ്റെയിൽ എടുത്ത് വൈഫിനെ വിളിച്ച് മനസ്സോടുകൂടി മൂപ്പര് ഇറങ്ങാൻ നേരത്തെ എന്നോട് പറഞ്ഞു, സി മൈ വൈഫ് ഹാഡ് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ, ഐ ഹാവ് ഡാറ്റ. ഓക്കെ, വേറൊന്നുമല്ല, ഞാൻ അവൾക്ക് കെയറിങ് കൊടുക്കാത്തത് കൊണ്ട് അവൾ മനഃപൂർവ്വം ഞാൻ കാണാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളാണ്. എന്നിട്ട് എന്റെ മുമ്പ് അവൾ ചാറ്റ് ചെയ്യും. അപ്പൊ ഞാനത് പിടിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ബട്ട് അതെനിക്കറിയാം, നമുക്ക് എന്നെ മാത്രമാണ് ഇഷ്ടം എന്ന് എനിക്കറിയാം. ഓക്കെ, ശരി എന്ന് പറഞ്ഞിട്ട് മുമ്പ് പുറത്തിറങ്ങി. വൈഫ് വന്നിരുന്ന് വൈഫ് അതിനേക്കാൾ സ്ലോ. അന്ന് വന്ന് എല്ലാവരും സ്ലോ ചെയ്യുന്നതാണ് അതിന്റെ ഏറ്റവും വലിയൊരു അത്ഭുതം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആൾ വന്നത്, ഇതിലേക്ക് വരട്ടോ, രണ്ടാമത്തെ ആൾ വന്നത് ഒരു കുട്ടിയാണ്. ഒരു കുട്ടിയല്ല, ഒരു അഡോളസെന്റ്, 10-22 വയസ്സുണ്ടായിരുന്നു. അവൻ അതിലേറെ സ്ലോ. അവനോട് ഒന്ന് ഫാസ്റ്റ് ആക്കാൻ പറഞ്ഞാൽ പിന്നെ പറയാൻ കിട്ടുന്നില്ല. സർ, എനിക്ക് കിട്ടുന്നില്ല, ഞാൻ സ്ലോ ആയി, എനിക്കിപ്പോ കിട്ടൂല, 1 മിനിറ്റ്, കിട്ടുന്നില്ല സർ. നിങ്ങൾ ആ സിറ്റുവേഷൻ ഇങ്ങനെ ആലോചിക്കണം. നമുക്കൊരു 5-6 ആൾക്കാർ പുറത്ത് ബുക്കിങ്ങിന് ഇരിക്കുക,
നമുക്കൊരു സമയബന്ധിതമായിട്ട് നമ്മൾ എന്തായാലും ഒരു അവർ ഒരു 1.5 അവർ ആ ഫാമിലി കൗൺസിലിങ്ങിനുള്ളിൽ തീർത്തിരിക്കണം. അല്ലാതെ വലിച്ച് ലാഗ് ചെയ്ത് കൊണ്ടുപോയത് കൊണ്ട് പ്രത്യേകിച്ച് അതിലൊരു കാര്യമൊന്നുമില്ല. എന്നാൽ ഓവർ സ്പീഡാക്കും ചെയ്യരുത്, അത് സ്പീഡ് തോന്നും ചെയ്യരുത്. അത് ആളുടെ പേഴ്സണാലിറ്റി അനുസരിച്ചിട്ട് ഡീൽ ചെയ്ത് പോകണം. കഴിഞ്ഞ ദിവസം നിങ്ങൾ സൈക്കോ പാർക്കിൽ ചെന്നപ്പോൾ നിങ്ങൾ ചോദിച്ചു, സാർ എന്ത് കൊടുക്കും, എന്ത് കൊടുക്കും, എന്ത് കൊടുക്കും? ഷാക്കിർ ഓർമ്മല്ലേ? യെസ് സർ. എന്താ പറഞ്ഞേ? സാർ എന്താ റിപ്ലൈ ചെയ്ത്? അത് ആ ഓരോ സമയത്ത് വരുന്ന ക്ലയന്റിന്റെ പോലെ ഇരിക്കുന്നു. അതാണ് ആ സമയത്ത് ഓരോ ക്ലയന്റ് എങ്ങനെയാണോ പ്രതികാര രൂപത്തിനനുസരിച്ച്. പിന്നെ വൈഫിനോട് സംസാരിച്ച് വൈഫ് പറയാണ്, ഞങ്ങൾ പ്രേമിച്ചായിരുന്നു കല്യാണം കഴിച്ചിരുന്നത്, ഗൾഫ് പോയി, മൂപ്പരെ ഡ്രഗ്സിനെ യൂസ് ചെയ്തതിനും ഡ്രഗ്സ് കെയർ ചെയ്തതിനും മൂപ്പരെ പിടിച്ചു, ജയിലിട്ടു. മൂപ്പര് ഇപ്പൊ നാട്ടിലെ 1 രൂപ പോലും കയ്യിലില്ല. നാട്ടില് ബിസിനസ് എന്നൊക്കെ പറയുന്നുണ്ട്, ബ്രാൻഡഡ് ഷർട്ടും പാൻറ്റും ഒക്കെ വാങ്ങുന്നുണ്ട്. കടക്ക് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് അടച്ചു കൊടുക്കണം. പിന്നെ ഇപ്പൊ വണ്ടി റെന്റ് എടുത്തിട്ടുണ്ടായി, അതിനും പൈസ അടക്കണം. ആഷ്പൂഷായിട്ടാണ് മൂപ്പർ ജീവിക്കുക, എന്നെ കെയർ ചെയ്യുന്നില്ല എന്നൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ നമ്മള് ഒരു സൈക്കോ അനാലിസിസ് ബേസ് ചെയ്തിട്ടാണ് ആ ക്ലയന്റിൽ ഡീൽ ചെയ്യുന്നത് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഉള്ളിൽ നമുക്കറിയാം ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് ഉണ്ട് ഒരു ഭാഗത്ത്. എന്താണ്? സ്റ്റിമുലസ്, റെസ്പോൺസ് ആൻഡ് ഫീഡ്ബാക്ക്. ബിഹേവിയർ തെറാപ്പി നമ്മൾ പറയും, കറക്റ്റ്. വേറൊരു ഏരിയയാണ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. നിങ്ങൾ കുറേ പ്രാവശ്യം വർക്ക്ഷീറ്റ് കൊടുക്കുന്നു, വർക്ക്ഷീറ്റ് പിന്നെ ഫില്ല് ചെയ്യുന്നു, നിങ്ങളെ ചിന്തകളിൽ വരുന്ന ഡിസ്റ്റോർഷൻസ് ഫൈൻഡ് ചെയ്യുന്നു, ഡിസ്റ്റോർഷൻസിന് മാറ്റാനുള്ള ചിന്തകൾ അപ്പുറത്ത് എഴുതി വെക്കുന്നു. അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു പാറ്റേൺ അല്ലേ? ഈ 2 സാധനങ്ങൾ പഠിച്ചതാണ് ഇല്ലേ ചെങ്ങന്മാരെ? യെസ്. കേട്ടിട്ടുണ്ട് എന്നുള്ള അവസ്ഥയാണ്. അത് കഴിഞ്ഞ് ഇനി നിങ്ങൾ ഓർമ്മിക്കുക, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, പൊതുവെ നിങ്ങൾ ആരും മെത്തേഡ് യൂസ് ചെയ്യാൻ CBT യൂസ് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ പറയപ്പെടുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ കൊണ്ടുപോകുന്നതാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറയാം. ഒന്ന്, ഇദ്ദേഹം പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ പേഴ്സണാലിറ്റി ഈസ് ദി ബൈ പ്രൊഡക്റ്റ് ഓഫ് യുവർ പാസ്റ്റ് എക്സ്പീരിയൻസസ്, അല്ലെ? ഇപ്പൊ സൈക്കോ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണാലിറ്റിയെ കുറിച്ച് തിയറിയാണ്. നമ്മുടെ കംപ്ലീറ്റ്ലി മനുഷ്യന്റെ ഫീലിങ്സ്, റിപ്രസ്ഡ് ഫീലിങ്സോ ഇമോഷൻസോ എല്ലാം നമ്മുടെ പേഴ്സണാലിറ്റിയും മെന്റൽ ഹെൽത്തിനെയും ബാധിക്കും എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ഒരു സൈക്കോ അനാലിസിസ് ആരാണ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരുടെ പേര് പറയാം? സിഗ്മണ്ട് ഫ്രോയിഡ്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ പേര് പറയാം. കാരണം ഇത് ഏറ്റവും അൺകോൺഷ്യസ് മോട്ടിവേഷനെയാണ് സിഗ്മണ്ട് ഫ്രോയിഡ് ഇമ്പോർട്ടൻസ് കൊടുത്തത് നമുക്കറിയാം. പിന്നെ നമുക്ക് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞ കാര്യങ്ങൾ ഈ കേസ് എടുക്കുന്നതിന് മുമ്പ് ചിന്തിക്കണം. ഒന്ന്, ഹ്യൂമൻ ബിഹേവിയർ ഈസ് നോട്ട് റാൻഡം. ഹ്യൂമൻ ബിഹേവിയർ എങ്ങനെയെങ്കിലും ഒന്നും ഉണ്ടായ സംഭവമൊന്നുമില്ല. അതിന് നമ്മൾ അൺകോൺഷ്യസിന്റെ ഇമ്പാക്ട് ഭയങ്കരമായിട്ടുണ്ട്. ഇഡ് ഈഗോ, സൂപ്പർ ഈഗോ, അത് ഞാൻ അടുത്ത് പറയും. അതിൻ്റെ ഒക്കെ ഒരു ഇമ്പാക്ട് ഇതിന് നല്ലോണം ഉണ്ട്. നമുക്കറിയാം എല്ലാ മോസ്റ്റ് മെന്റൽ പ്രോസസ് ആർ അൺകോൺഷ്യസ്, അല്ലെ? നമ്മൾ പോലും അറിയാതെയാണ് നമ്മുടെ എല്ലാ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നത്, അറിയാം. ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ഷേപ്പ് ദ അഡൾട്ട് പേഴ്സണാലിറ്റി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ നമുക്കുള്ള എല്ലാ എക്സ്പീരിയൻസും നമ്മളെ സ്വാധീനിക്കുന്നു എന്ന് മൂപ്പര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ? അപ്പോ ഈ വ്യക്തി, ഈ മനുഷ്യന്റെ കുട്ടിക്കാലം അയാളെ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടായില്ലേ? അല്ലെ? അയാളുടെ ഫാദർ ആൻഡ് മദർ റിലേഷൻസ് ഇതിൽ കണക്ട് ആയിട്ടുണ്ടാവില്ലേ? അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് എൻക്വയറി ചെയ്യാം. ദെൻ ഞാൻ വേറൊരു കാര്യം കൂടി പറയട്ടോ. ഒരുപാട് പാസ്റ്റ് ഹിസ്റ്ററിയിലേക്ക് ഇങ്ങനെ എൻക്വയറി വാപ്പ എങ്ങനെയാണ്, വാപ്പന്മാരെ പ്രകൃതി എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറെ അങ്ങ് പോകുന്നത് പ്രസന്റിലി കണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ മൂപ്പര് പരമ്പരാഗതമായിട്ട് അങ്ങനെയാന്ന് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ വല്ലാതെ അധ്വാനിക്കണ്ട, ആ സമയം വേസ്റ്റ് ആക്കണ്ട. ക്ലിയർ ആയോ? കാരണം നമ്മള് ഈ ഒരു പാറ്റേണിലേക്ക് അവളുടെയും അയാളുടെയും ബിഹേവിയർ എങ്ങനെയാന്നുള്ളത് നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവന്നു. ദെൻ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേ ഏരിയയിൽ അടുത്ത ഡയലോഗ് പറഞ്ഞത് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ആണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ 4ാമത് പറഞ്ഞ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് അറൈസ് ഫ്രം അൺറിസോൾവ്ഡ് ഇന്നർ കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഈ വ്യക്തിയുടെ, ഈ ലേഡീന്റെ ഉള്ളിൽ ഒരുപാട് ഇന്നർ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കാം എന്നുള്ളത് കൂടെ മനസ്സിലാക്കുന്നു. 5ാമത് പോയിന്റ്, റെപ്രസ്ഡ് ഇമോഷൻസ് സീക്ക് എക്സ്പ്രഷൻ ഇൻഡയറക്ട്ലി. എന്താ റെപ്രസ്ഡ് ഇമോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ ഡിഫൻസ് മെക്കാനിസം
അതെ അതെ. നമ്മള് പിന്നെ പ്രകടിപ്പിക്കാതെ അമർത്തി വെച്ച വികാരങ്ങൾ, ഇമോഷൻസ്. പ്രയാസം, ദുഃഖം. അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്താണോ നിങ്ങൾ പ്രകടിപ്പിക്കാതെ ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കുന്നത്, അത് പിന്നീട് എപ്പോഴെങ്കിലും എന്ത് ചെയ്യും? പൊട്ടും. പുറത്തേക്ക് ഇട്ട്. ഉറപ്പായിട്ട് പുറത്തേക്ക് കിട്ടും. ഓക്കെ. ഈ ആ പുറത്തോട്ട് വരുന്ന സമയത്ത് ഇപ്പൊ ഈ പറഞ്ഞ ഇയാളാണെങ്കിലും ഇവളാണെന്നുണ്ടെങ്കിലും അത് പുറത്തോട്ട് വരുമ്പോൾ ഭയങ്കരിക്കും. അതുകൊണ്ടാണ് അവൾ തെറി വിളിക്കുന്നത്. അവൾ ദേഷ്യം പിടിച്ചാൽ എന്ത് വിളിക്കും? നല്ല തെറി വിളിക്കും. അവൻ നന്നാക്കി തെറി വിളിക്കും. അതിന്റെ റീസൺ എന്താ? അത്രയുള്ള സപ്രഷൻസിന്റെ പ്രൊജക്ഷൻ ആണ്. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് ഞാൻ പറയാം. അതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ കൂടി പറയാം. ഡ്രീം അനാലിസിസും കൂടി ഇതിൽ വരില്ല സാറേ? അവരുടെ നിങ്ങൾ ഇന്നലെ കണ്ട സ്വപ്നം അങ്ങനെയാണ് തുടങ്ങുന്ന നമ്പ്യാർ സാർ പറഞ്ഞത്. നമ്പ്യാർ സാറ് പിന്നെ പറഞ്ഞതൊക്കെ അങ്ങനല്ല. നമ്പ്യാർ സാറ് അതിന്റെ പാറ്റേൺ പറഞ്ഞതാണ്. ഞാൻ അതിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ പറയുന്നത് സൈക്കോ അനാലിസിന്റെ ബേസിക് അസംഷൻസ് ഇതാണ്. സൈക്കോ അനാലിസിസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ഹ്യൂമൻ ബിഹേവിയർ ഇസ് നോട്ട് റാൻഡം, മെന്റൽ പ്രോസസ് ആർ അൺകോൺഷ്യസ്, then childhood experiences shape the personality, psychological problems arise unresolved inner conflict, and repressed emotions seeks experience dated. ഈ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള സൈക്കോ അനാലിസിസിന്റെ കോണ്ടന്റ് നിങ്ങൾ ഓർമ്മിക്കുക. എന്നിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതിലേക്ക് പോകുന്നത്. ആദ്യമായിട്ട് സിഗ്മണ്ട് ഫ്രോയിഡ് നമുക്ക് തന്ന ഒരു സാധനം ടോപ്പോഗ്രാഫിക്കൽ മോഡൽ ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞൊരു സാധനം. നിങ്ങൾക്ക് ഈ ഐസ്ബർഗ് ഇപ്പൊ കാണുന്നുണ്ടായിരിക്കും അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഷ്യസും പ്രീ കോൺഷ്യസും അൺകോൺഷ്യസും ഈ ഒരു സംഭവത്തിന് എല്ലാവർക്കും ഇതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ അല്ലെ? അതുകൊണ്ടാണ് പലരും വീഡിയോയിൽ എത്താത്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെ? നമ്മുടെ കോൺഷ്യസ് എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്. ആ കോൺഷ്യസ് പാർട്ടിൽ നമ്മൾ എപ്പോഴെങ്കിലും ഇരിക്കും. നമ്മൾ ഒരാളെ കളിയാക്കാൻ പോകണം, നമ്മൾ കോൺഷ്യസിലിരിക്കും അല്ലേ? ഒരാളെ ട്രോൾ ചെയ്യുമ്പോൾ നമ്മൾ കോൺഷ്യസിലിരിക്കും. ബാക്കി എല്ലാ സമയത്തും നമ്മൾ സബ് കോൺഷ്യസിലിരിക്കും, മെജോറിറ്റി. അതുകൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദി ഇമോഷണൽ റെസ്പോൺസ് ആർ റിലേറ്റഡ് ടു അവർ സബ് കോൺഷ്യസ് ഓർ അൺകോൺഷ്യസ് എന്ന് പറയുന്നത്. മെജോറിറ്റി അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പൊ നമ്മൾ ഇപ്പൊ രാവിലെ എണീറ്റു, കുളിക്കുന്നു, മാറ്റുന്നു, പോകുന്നു, വരുന്നു, ഒക്കെ ഒരു ഹാലിലാണ് പോവുക. കോൺഷ്യസ് ഒന്നുമില്ല. എവിടെന്തെങ്കിലും മറക്കുമ്പോൾ പറയുമ്പോഴാണ് അത് കണക്ട് ആവുക. അല്ലെങ്കിൽ നമ്മളൊരാളെ കാത്തിരിക്കുകയാണ്, ഒരാളെ ഇങ്ങനെ കാത്തിരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതൊരു കോൺഷ്യസ് എഫേർട്ട് ഉണ്ടാവും. അപ്പൊ ഒരാൾ വരുന്നു പറഞ്ഞ് കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോൾ വരും. അപ്പോൾ മെജോറിറ്റി ഇപ്പൊ നമ്മൾ ക്ലയൻസിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പെട്ടെന്നൊരു ചേഞ്ച് വരുന്നതല്ല. ഞാൻ ഒരു കാര്യം, രണ്ടാമത്തെ ഒരു കേസ് ഞാൻ പറഞ്ഞല്ലോ. രണ്ടാമത്തെ കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു പേടിയും ഒരു സ്ട്രെസ്സും ഒരു ടെൻഷനൊക്കെയാണ്. അങ്ങനെ ഇവരോട് റീസൺ ഇങ്ങനെ പറഞ്ഞ് എത്തിയ സമയത്ത് അവൻ പറഞ്ഞു, അവൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് അവർക്ക് ഇങ്ങനെ ചില ഒബ്സഷൻ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഒരു സാധനത്തെ തൊടണം തോന്നി കഴിഞ്ഞാൽ അത് തൊട്ടിയില്ലെങ്കിൽ അത് ചിലപ്പോൾ ഒരു ബാസ്ക്കറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ടേബിൾ ആവാം, അല്ലെങ്കിൽ ജനവാതിലാവാം. അത് തൊടണം തോന്നി കഴിഞ്ഞാൽ വേഗം തൊടണം അത്ര, അല്ലെങ്കിൽ ഇങ്ങനെ തൊടും ഇങ്ങനെ ഒരു ഒബ്സഷൻ ഉണ്ടാവും അത്രേ. ഓക്കെ. അങ്ങനെ ഇവൻ ഇങ്ങനെ ഒരു ജനവാതിൽ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഓടിയാണ് തൊടാൻ പോയ സമയത്ത് അവന്റെ ഉമ്മ ഇങ്ങനെ കയറി വന്നു. അപ്പൊ ഉമ്മാന്റെ ബ്രസ്റ്റിലായിപ്പോയി ഇവ തൊട്ടത്. ഓക്കെ. അത് കഴിഞ്ഞപ്പോ ഇവൻ എന്തോ പോലെ ആയി. പിന്നെ ഇവനക്ക് ഇങ്ങനെ ഒബ്സഷൻ, ഞാൻ ചെയ്ത് തെറ്റായോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ ഇവൻ ചെന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്തപ്പോ തട്ടിപ്പോയതാണ്, അല്ലാതെ വേറൊന്നും അല്ല എന്നങ്ങനെ പറഞ്ഞു. ലേറ്റർ ഒരു കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് മദറിന് ക്യാൻസറാന്ന് അറിയുന്നു. അതിനുശേഷം മദർ മരിക്കുന്നു. അപ്പൊ മദർ മരിച്ചിട്ട് 5-7 വർഷത്തോളമായി. പക്ഷെ ഇവന്റെ മനസ്സിൽ ആ ഒരു സംഭവങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഫാദർ വേറെ കല്യാണം കഴിച്ചു. അവർ ഇവരെ മോനെ കെയർ ചെയ്യുന്നേയില്ല. അപ്പൊ കുട്ടിയുടെ അൺകോൺഷ്യസ്ലി കുട്ടി ഇങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കുന്നു, അന്ന് ചെയ്ത് തെറ്റായോ, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ ഒന്നും പറഞ്ഞില്ലല്ലോ, അത് ക്ലിയർ ആയല്ലോ, പിന്നെന്താ സംഭവം, ഇങ്ങനെ ആ ഒരു സംഭവം തന്നെ ഒബ്സഷൻ വന്നുകൊണ്ടേയിരിക്കുന്നു. ഡു യു ഗെറ്റ് മീ? ആ ഒബ്സഷന്റെ റിസൾട്ട് ആണോ, ഇപ്പം ഇതിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യാം, സൈക്കോ അനാലിസിസ് വെച്ചിട്ടാണെങ്കിൽ. അതിന്റെ കാരണത്താൽ അവർക്ക് ശ്വാസം എടുക്കുമ്പോൾ പ്രയാസം വരുന്നു, ചില സമയത്ത് പേടി വരുന്നു, ഇന്ററാക്ഷൻസിന് കുഴപ്പം വരുന്നു, ആളുകൾ കൂടിയ സ്ഥലത്തേക്ക് പോകാൻ തോന്നുന്നില്ല. ഇതൊക്കെ എന്തിന്റെ ലക്ഷണമാണ്? ആങ്സൈറ്റിന്റെ.
അടി സോഷ്യൽ ആങ്സൈറ്റി ലക്ഷണമാണ്. ആങ്സൈറ്റിന്റെ ലക്ഷണത്തിൽ നമുക്ക് ശ്വാസം കിട്ടാതിരിക്കും, ഡിസിനസ് ഫീൽ ചെയ്യും, ശരിയാകെ കുഴഞ്ഞ പോലെ ഫീൽ ചെയ്യും, എന്തു സംഭവിക്കാം. അപ്പൊ ഇവൻക്ക് ഇപ്പൊ അതാണ് ഇവന്റെ പ്രശ്നം. അപ്പൊ സിഗ്മണ്ട് ഫ്രോയിഡ് ഇതിനെ കുറിച്ച് അനലൈസ് ചെയ്യുകയാണെങ്കിൽ എന്താ പറയാ, അദ്ദേഹത്തിന്റെ പാസ്റ്റ് എക്സ്പീരിയൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അത് ചെയ്യുക. കറക്റ്റ്. അപ്പൊ ആ പാസ്റ്റിലേക്ക് അയാളെ കൊണ്ടുപോവേണ്ടി വരും. നമുക്ക് കുറച്ചെങ്കിലും അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അയാൾക്ക് അത് ഫീൽ ചെയ്യുക, യെസ് എൻ്റെ പാസ്റ്റിലേക്ക് എനിക്ക് അങ്ങനെ ഒരു സംഭവം ഓക്കെ എന്നുള്ള ലെവലിലേക്ക് ഫീൽ ചെയ്യുക. CBT ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, അയാളെ തോട്ട് പ്രോസസ്സിങ്ങിൽ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുക. അയാൾ ആ ഡിസ്റ്റോർഷൻ തോട്ട് അവിടെ എഴുതി വെക്കാൻ പറയും. എന്നിട്ട് നേരെ പുറത്ത് ഈ തോട്ട് എത്ര % ശരിയാന്ന് ചോദിക്കും. അപ്പോൾ തോട്ട് ചിലപ്പം എത്ര % ശരിയായിരിക്കും, ഒരു 50% ശരിയായിരിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ സമയത്ത് ഉണ്ടാകുന്ന ഫീലിംഗ് എന്താണ്, എനിക്ക് ഫീലിംഗ് ഒരു സങ്കടമാണ് വരിക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാനാണ് തോന്നുക, എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, എനിക്ക് പേടിയാവും. ദെൻ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് അടുത്ത കോർട്ടിലേക്ക് പോകാൻ നീ എൻ്റെ ഫ്രണ്ടിനോട് ഈ വിഷയം സംസാരിക്കാൻ എന്താണ് നീ പറഞ്ഞു കൊടുക്കുക. അപ്പൊ അത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് എടാ എൻ്റെ ഉമ്മനോട് നന്നായി സംസാരിച്ചായിരുന്നു, നീ കാര്യങ്ങൾ ഗേറ്റ് പറഞ്ഞതല്ലേ, അപ്പൊ ശരിക്കും 100% അവിടെ നിന്ന് ക്ലിയർ ആയി പോയതാണല്ലോ, പിന്നെ എന്തിനധികം പക്ഷെ ആലോചിക്കുന്നത്. അപ്പൊ അഗെയിൻ ഇപ്പോഴുള്ള ഫീലിംഗ് എന്താണ്, അങ്ങനെയാണ് നമ്മൾ ആ വർക്ക് ഷീറ്റ് കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുപോകാം. ഇവിടെ ഈ ഒരു സൈക്കോ അനാലിസിസിലേക്ക് പോകുമ്പോൾ നമ്മൾ ചെയ്യുന്നത്, അവന്റെ അൺകോൺഷ്യസ്ലി ഈ സാധനങ്ങളെല്ലാം ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞു. അതേപോലെ അവനക്ക് ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, ഇഡ് ഈഗോ സൂപ്പർ ഈഗോ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ മോഡൽ ഉണ്ട്. എന്ന് പറഞ്ഞാൽ പ്ലഷർ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മളുടെ ഒരു മോറൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്നതിന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഈഗോ അവിടെ ഉണ്ടായിരിക്കും. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞ ഒരു ഓവർ മോറൽ, ബാക്കിയുള്ളവർക്ക് എന്താ ചിന്തിക്കുക എന്നുള്ളൊരു ഏരിയ അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതേപോലെ സൈക്കോ സെക്ച്വൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റുകൾ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ദെൻ നമ്മുടെ ഡിഫൻസ് മെക്കാനിസംസ് നമ്മുടെ സ്വഭാവം കൊണ്ട് രൂപീകൃതമാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ടെക്നിക്സിലേക്ക് എത്തുമ്പോൾ, നേരത്തെ നിങ്ങൾ പറഞ്ഞ ടെക്നിക്സ് ഇതാണ്. ഈ ടെക്നിക്സ് വെച്ചിട്ട് നമ്മൾ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഫ്രീ അസോസിയേഷൻ നമുക്ക് കൊടുക്കാം. എങ്ങനെയാണ് നമ്മൾ ഫ്രീ അസോസിയേഷൻ കൊടുക്കുക? ഭയങ്കര സിമ്പിളാണ്. ഇത് ശരിക്കും നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ് ചെയ്യിപ്പിക്കുന്ന സാധനമാണ് ഫ്രീ അസോസിയേഷൻ. നമുക്ക് ഇങ്ങനെ ചാരിയിരുത്തിയതിനു ശേഷം ഒരു മുൻകൂട്ടി ഒരു സജഷൻ കൊടുക്കാം. നമ്മള് ഭയങ്കര ഒത്തിരി കാര്യങ്ങളൊക്കെ ചോദിക്കാം. മോനിങ്ങനെ ഫ്രീ ആയിട്ട് എന്താണോ മോന്റെ മൈൻഡിൽ വരുന്നത് അതിങ്ങനെ ഫ്രീ ആയിട്ട് പറഞ്ഞു, ഫ്രീ ആയിട്ട് അങ്ങനെ പറഞ്ഞോളൂ എന്ന് പറയാം. അപ്പൊ ഓട്ടോമാറ്റിക്കലി അയാൾ അത് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? ഒരു ഫ്രീ ആയിട്ട് പോകണം. ഫ്രീ അസോസിയേഷൻ ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഒരു എങ്ങനെയാണ് അത് ചെയ്യിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ക്ലയന്റിനെ ഒരു കംഫർട്ടബിൾ ആയി, ഞാൻ പറഞ്ഞല്ലോ ഒരു കൗച്ച് എന്ന് അതിന് പറയാം. കൗച്ച് പറഞ്ഞാൽ എന്താ? ചാരി കിടക്കണം ഒരു സ്ഥലത്ത്. എന്നിട്ട് തെറാപ്പിസ്റ്റ് പറയണം, നമ്മളിങ്ങനെ പറയാ ചെയ്യുക, എന്താണോ നിന്റെ മനസ്സിലേക്ക് വരുന്നത് അത് നിന്റെ കുട്ടി ഫ്രീ ആയിട്ട് പറഞ്ഞോളൂ. സേ വാട്ട് എവർ കംസ് ടു യുവർ മൈൻഡ് ഫ്രീ. ഓക്കെ. എന്നിട്ട് അപ്പൊ ക്ലയന്റ് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വെർബലൈസ് ചെയ്യും, എന്റെ മനസ്സിലേക്ക് ഇപ്പൊ അങ്ങനെ വരുന്നത് എന്ന് പറയുമ്പോൾ നമ്മളൊന്നിങ്ങനെ തെറാപ്പിസ്റ്റ് ഇങ്ങനെ ലിസൺ ചെയ്യാണല്ലോ. ഇപ്പൊ തെറാപ്പിസ്റ്റ് മെല്ലെ ഇങ്ങനെ മൂളി കൊടുക്കും, ടോപ്പിക് ചേഞ്ചസിലേക്ക് വരുന്നുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെ എലാബറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടോ, എന്തൊക്കെയാണ് പറയുന്നത്, ഒരു നമ്മുടെ ഒരു നോൺ ജഡ്ജ്മെന്റലായിട്ട് മെല്ലെ 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 പിന്നെന്താ പറയാ, ഓവറായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പോകണ്ട. ക്ലിയർ ആയോ? ഓവറായിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, ഡയറക്റ്റ് ചെയ്യണ്ട. നമ്മൾ ശരിക്കും നമുക്ക് അയാള് ഒരു റെസിസ്റ്റൻസ് വരുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ പറയാനും മൂപ്പർക്ക് ഇങ്ങനെ ഈ ഫ്രീ അസോസിയേഷൻ സമയത്ത് നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യേണ്ടത്, നമ്മൾ ചില സ്ഥലത്ത് ഇങ്ങനെ സൈലൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഹെസിറ്റേഷൻ വരുന്നുണ്ടോ നമ്മൾ നോക്കും. അതൊരു റെസിസ്റ്റൻസ് ആണ്, ഒരു തരത്തിൽ റെസിസ്റ്റൻസ് വരുന്നുണ്ട്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചില ഡീറ്റെയിൽസ് ഒന്നും ഇങ്ങോട്ട് വരുന്നില്ല, അതൊക്കെ ഒരു അൺകോൺഷ്യസ് കോൺഫ്ലിക്റ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കാരണം. അല്ലെങ്കിൽ പെട്ടെന്ന് ചില സഡൻ ആങ്സൈറ്റി വരുന്നു, അല്ലെങ്കിൽ ഇമോഷണലി പെട്ടെന്ന് പൊട്ടിക്കരയുന്നു, അങ്ങനെ ഉണ്ടെങ്കിലും ഒരു അൺകോൺഷ്യസ് കോൺഫ്ലിക്റ്റ് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നതാണ്. ചില തീംസ് റിപ്പീറ്റ് ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് അവരുടെ ഉള്ളിലുള്ള ഒരു
പിന്നെ റെസിസ്റ്റൻസിനെ കുറിച്ചിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് റിലാക്സേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം അറിയാലോ, റിലാക്സേഷൻ തെറാപ്പി ചെയ്യിക്കാൻ അറിയാം. എങ്ങനെ ചെയ്യിക്കാം? നിങ്ങളെല്ലാം റിലാക്സ് ആയിരുന്നേ. ഇരുന്നോ? ശരിക്കും ഞങ്ങളെല്ലാരും കാണണം. കാണേണ്ടത് എല്ലാവരോടും വീഡിയോ ഉണ്ടാക്കാൻ പറയും സാർ. ഈ ആൾക്കാർ വീഡിയോ ഓണാക്കാൻ തന്നെ ഭ്രാന്താവും. എല്ലാരും വീഡിയോ കഴിയുന്നവരൊക്കെ വീഡിയോ ഓണാക്കി ഇടാക്കൂ പ്ലീസ്. വീഡിയോ ഈ ഓണാക്കുന്നേ. ക്ലാസ് കേട്ടിട്ട് പിന്നെ കറിക്കരിഞ്ഞ കാര്യമില്ലല്ലോ. അത് കൂടെ ഇരുന്ന് ഫുൾ അറ്റൻഷൻ കൊടുത്തിട്ടല്ലേ കാര്യമുള്ളൂ. യെസ് 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 യെസ്. ഇരുന്നോ? ഇനി നമ്മൾ ആദ്യം എന്താ ചെയ്യിപ്പിക്കുക? ഷാക്കിറ, റിലാക്സേഷൻ എങ്ങനെ ചെയ്യിപ്പിക്കുക? റിലാക്സേഷന്റെ 2 ഇത് പറഞ്ഞു കൊടുക്കും. ഗുരു ഉണ്ടാകുമ്പോൾ ശിഷ്യൻ ചെയ്യാൻ പാടില്ല സർ. എങ്ങനെ? ഗുരു ഉണ്ടാകുമ്പോൾ ശിഷ്യൻ ചെയ്യാൻ പാടില്ലല്ലോ. അല്ല, ഗുരുവിന്റെ പെർമിഷനോട് ശിഷ്യൻ ചെയ്ത് ശീലിക്കണം എന്നല്ലേ? ഗുരുവിന്റെ സൂപ്പർവിഷനില്. അതെ അങ്ങനെ തന്നെയല്ലേ? അതെ, തീർച്ചയായിട്ടും. അങ്ങനല്ല, ശിഷ്യനാണ് എന്ന് പറയാനുള്ള മൂപ്പരുടെ ആ ഒരു കോൺഫിഡൻസ് നോക്കിയേ. ഞാൻ അതാലോചിച്ചു. അത് സമ്മതിക്കണോ? ആ എനിക്കൊന്നും അത് പറയാൻ തോന്നുന്നില്ല. എന്നാ പിന്നെ പറയാൻ തോന്നാത്ത ആൾ തുടങ്ങട്ടെ അല്ലേ? അല്ലല്ല, അതാണ് സാർ, അതാണ് ഷാക്കിനെ ആ തുടങ്ങി. കോൺഫിഡൻസ് ഉണ്ടാവട്ടല്ലേ സാറേ? ഷാക്കി തുടങ്ങാം. സാർ സ്റ്റാർട്ട് ആയിക്കോ. ഞാൻ സ്റ്റാർട്ടാക്കാം. പിന്നെ സത്യത്തില് ഈ ഒരു പിന്നെ നമ്മൾ ഫ്രീ അസോസിയേഷൻസിലേക്ക് പോകുമ്പോൾ അവിടെ റിലാക്സേഷൻ തെറാപ്പി എന്നൊന്നും സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ എന്തിനാ അത് ചെയ്യിപ്പിക്കണേ? വൈ? നമ്മൾ എന്തിനാ ഈ റിലാക്സേഷൻ ഒക്കെ അവിടെ ചെയ്യിപ്പിക്കുന്നതിനാ? ഒരു ശരിക്ക് ഒരു കൂളായത് അവരെ ശരിക്കും മൈൻഡ് നമുക്ക് ഡീറ്റെയിൽ ചെയ്യണ്ടേ. കാര്യങ്ങൾ കിട്ടണ്ടേ. വല്ലാതെ തിങ്ക് ചെയ്യാതെ പോരുന്നു. തിങ്ക് ചെയ്താൽ ഇത് റെസിസ്റ്റൻസ് വേഗം വേഗം വരും. അപ്പൊ നമ്മളിപ്പോ ഒരു റിലാക്സേഷൻ ചെയ്യിപ്പിക്കുക, നിങ്ങളെല്ലാം റിലാക്സേഷൻ ചെയ്യിപ്പിക്കാൻ പഠിച്ചതാണ്, ഓൾറെഡി ചെയ്തതാണ്. എനിക്കിപ്പോ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാന്നുള്ള ഫീലിംഗാ വരുന്നത്. അറിയില്ല എന്നുള്ള അല്ല ഫീലിംഗ്. സാറ് ഒന്നും അറിയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞോളൂ. ഓക്കെ, നമുക്ക് ചെറിയ റിലാക്സേഷൻ ചെയ്യാം. അപ്പൊ ആദ്യം നിങ്ങൾ ക്ലയന്റ് ആണ്, നിങ്ങളോട് ഒരുപാട് സ്ട്രെസ് ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയാം. അപ്പൊ നമ്മൾ ആദ്യം കുറേ ഒന്നും ചെയ്യിപ്പിക്കണ്ട. നിങ്ങൾ ജസ്റ്റ് ഒരു ബ്രീത്ത് ഇൻഹെയിൽ ചെയ്യിപ്പിച്ച് എക്സെയിൽ ചെയ്യിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുപോയാൽ മതി കേട്ടോ. ഓക്കെ, ചെയ്ത് നോക്കാം അല്ലേ? സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ റിലാക്സേഷൻ വീട്ടുകാരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കണം കേട്ടോ. ഈ സൈക്കോ അനാലിസിസ് ബേസ് ചെയ്തിട്ട് എന്തായാലും നിങ്ങൾ തെറാപ്പി ചെയ്യാൻ സാധ്യത 99% ഇല്ല. നമ്മളാരും പ്രിഫർ ചെയ്യാറില്ല എന്നുള്ളതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. പിന്നെ അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം. ഞാൻ ഒരു പ്രാവശ്യം, എനിക്ക് തോന്നുന്നു 2 പ്രാവശ്യം മാത്രം ഞാൻ ചെയ്തിട്ടുള്ള ഒരു ലവ് അഫെയറിന്റെ കേസ് ഉണ്ടായപ്പോൾ ആ കുട്ടിക്ക് ഒരു നടുവേദന ഉണ്ടായിരുന്നു. കുറെ കാലമായിട്ട് ഭയങ്കര നടുവേദന, കാരണം റീസൺ കിട്ടുന്നില്ല, ഒരു പിടുത്തം കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ ഉണ്ടായപ്പം പാസ്റ്റർ എന്താന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പൊ എനിക്ക് തോന്നി ആ കുട്ടിക്ക് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത്. എനിക്ക് അറിയുന്നൊരു കുട്ടിയാണ്, അപ്പൊ എന്നോട് പറയാനൊരു ബുദ്ധിമുട്ട്. അപ്പൊ ഞാനപ്പോ എന്ന് പറഞ്ഞാൽ ഈ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ആകുമ്പോൾ പ്രത്യേകിച്ച് പറയാൻ ചില ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും നമ്മൾ തന്നെയാണ് ആ കുട്ടി പ്രിഫർ ചെയ്തത്. അപ്പോൾ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് കണ്ണടച്ചിരിക്കാൻ പറഞ്ഞു. പറഞ്ഞു നമുക്ക് എന്താണോ ഫീലിംഗ് വരുന്നത് അതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ചിലതൊക്കെ നമ്മളിങ്ങനെ ക്ലൂട്ട് കൊടുത്തിട്ടാണ് പോവുക. ഫോർ എക്സാമ്പിൾ, പിന്നെ എൻ്റെ ഒരാൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ എൻ്റെ ഓഫീസിൽ ഇങ്ങനെ ഇഷ്യൂസ് വരുന്നു, ഭയങ്കര ഡെഡ് ലൈൻ ഒക്കെ വരികയാണ്. അപ്പൊ അങ്ങനെ അപ്പൊ എന്താ മാനേജറിന് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു അങ്ങനെ പറഞ്ഞിങ്ങനെ പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് മെല്ലെ അപ്പം സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ നേരെ സ്കൂളിലേക്ക് സ്വിച്ച് ചെയ്ത്, ക്ലാസ് റൂം സ്വിച്ച് ചെയ്ത്, ടീച്ചറിലേക്ക് സ്വിച്ച് ചെയ്ത്, പണിഷ്മെന്റ് സ്വിച്ച് ചെയ്ത്, അങ്ങനെ ഫിയറിലേക്ക് പോകുമ്പോൾ ഫിയർ ആൻഡ് ഫാദറുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചെറിയ കണക്ഷൻസ് നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പൊ അത് ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ഏരിയയിലേക്കൊക്കെ പോകുമ്പോഴൊക്കെ ഇത് എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നല്ലോണം നോക്കും. കാരണം നമ്മൾ ഒരു പിന്നെ പലതും ഇങ്ങനെ ജമ്പ് ചെയ്ത് പോകുന്നുണ്ടോ, സഡൻ ഷിഫ്റ്റ് വരുന്നുണ്ടോ, ഓഫീസും സ്കൂളിൽ സഡൻ ഷിഫ്റ്റ് വരുന്നുണ്ടോ,
അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഓവറായിട്ട് ഫാദറിന്റെ കാര്യം പറയുമ്പോൾ ഓവറായിട്ട് ഇമോഷണലായി പോകുന്നുണ്ടോ, ചില വാക്കുകൾ ഇങ്ങനെ ഭയങ്കര റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടോ, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഈ ചില പിന്നെ ഇപ്പൊ നമ്മൾ ഒരു ഡോമിനൻസ് ഉള്ള ആളുകളോട് ഇയാൾക്കുള്ള ഒരു ആങ്സൈറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഫാദർ എന്ന് പറയുമ്പോഴേക്കും ഫാദറിനെ കുറിച്ച് ഭയങ്കര ഇമോഷണലായി വരികയാണെങ്കിൽ ഫാദറുമായി ബന്ധപ്പെട്ട എന്തൊക്കെ റിപ്രസന്റ് ഫീലിംഗ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ് എന്തൊക്കെയോ നമ്മുടെ ബിഹേവിയറിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഇൻസൈറ്റിലേക്ക് എത്തും. ഓക്കെ, ക്ലിയർ. അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് റിലാക്സേഷൻ ആണ്. ടേക്ക് എ ഡീപ് ബ്രെത്ത്, ഹോൾഡ് ഫോർ എ മൊമെന്റ്, exhale very slowly. Again, take a deep breath. Hold. Exhale. Again, take a deep breath. Hold. Exhale very slow. Now totally close your eyes and feel the sounds. നിങ്ങളുടെ ചുറ്റുള്ള എല്ലാ ശബ്ദങ്ങളിലേക്കും ശ്രദ്ധിക്കുക. ഓരോ ശബ്ദങ്ങളും നിങ്ങളുടെ ശരീരത്തെ കൂടുതൽ കൂടുതൽ റിലാക്സേഷന്റെ ആഴങ്ങളിലേക്ക്. Each and every sounds then make your whole body getting into deep relaxation. Just aware of the movement in your body, your stomach, your chest. The movement, just aware of the movement. Then make your whole body getting to deep relax. Your whole body getting into deep relax. Deeper and deep. Deep. Now you are totally in a deep, very deep relax. Deeper and deep. Deep relaxation. Deep relaxation. Deeper and deep. Deep. Slowly, 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 you are totally relaxed. ഇനി ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാ കാര്യങ്ങളാണ് ഓർക്കുന്നത്, നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണോ തെളിഞ്ഞു വരുന്നത്, ആ എല്ലാ കാര്യങ്ങളും വളരെ ഫ്രീ ആയിട്ട് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഞാൻ പറയുന്ന ഓരോ വിഷയങ്ങളിലും നിങ്ങളുടെ മനസ്സിലേക്ക് എന്തെല്ലാം കാര്യങ്ങൾ വരുന്നോ അതെല്ലാം ഫ്രീ ആയിട്ട് ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതെല്ലാം 100% കോൺഫിഡൻഷ്യാലിറ്റിയോട് കൂടിയിട്ട് നമ്മൾ സൂക്ഷിക്കുന്നതായിരിക്കും. കംപ്ലീറ്റ്ലി സൂക്ഷിക്കുന്നതായിരിക്കും. നിങ്ങളുടെ കുട്ടിക്കാലത്തെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്. Open your eyes. Open your eyes. Open your eyes. Open your eyes. Okay. നിങ്ങൾ
ഹൗ ഡു യു ഫീൽ? ഞാൻ ഈ പറഞ്ഞു എങ്ങനെ പോകും? അതെ, റിലാക്സേഷൻ വളരെ റിലാക്സ് ആയി, റിലാക്സ്ഡ് ആയി. റിഫ്രഷ് ആയി. റിഫ്രഷ് ആയി. ശരിക്കും ഒരു ജസ്റ്റ് റിലാക്സേഷനിലേക്കും ഒരു ഉറക്കത്തിലേക്കും ഞങ്ങൾ പോയിട്ടുള്ളൂ. നിങ്ങളെ ഒരു പെട്ടെന്ന് ഇങ്ങോട്ട് പിടിച്ചു വെച്ച് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രയാസമുള്ള സാധനമാണ്. ഈ ഓപ്പൺ എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കൊണ്ടുവരുമ്പോൾ എന്ന് തോന്നുന്ന സാധനമാണ്. അപ്പൊ ഞാനത് ഇനി ഓപ്പൺ അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആസ്വദിച്ചാണ് കിടക്കും. ഇപ്പൊ നമ്മളുടെ ഞാൻ ചെയ്ത വോയിസിന്റെ മോഡുലേഷൻ സ്റ്റെപ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് കുറച്ച് അങ്ങനെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ആദ്യം ഞാൻ കണ്ണടക്കാൻ പറഞ്ഞതില്ല. കാരണം റെസിസ്റ്റൻസ് പലപ്പോഴും നമ്മളെ കോൺഷ്യസ് റെസിസ്റ്റൻസ് നമുക്ക് അറിയാത്ത ഒരാൾ എന്തിന് കണ്ണടക്കണം. ഓക്കെ, നമുക്ക് അത്രയും ട്രസ്റ്റുള്ള ആളുകൾ, ചില ആൾക്കാർ ആദ്യം തന്നെ കണ്ണടച്ചു. എന്താ ഓക്കെ, എന്തായാലും ഇതേക്കും വരാണ്ട, നമ്മുടെ പ്രീവിയസ് നോളജ് വെച്ചിട്ട് ഇത് കണ്ണടക്കാനായിരിക്കും ആദ്യം വരിക. സോ ഞാനിപ്പോ തന്നെ കണ്ണടച്ചേക്കാം. ഓക്കെ, തെറ്റൊന്നുമല്ല. അപ്പൊ അങ്ങനെ ഒരു കുറച്ച് ഈ റിലാക്സേഷന് പോണ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റിലാക്സ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ ചാരിക്കും എന്ന് പറഞ്ഞ ഒരു കണ്ണടക്കം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇവര് മുമ്പ് എവിടെക്കോ ഇത് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ദേ നോ ദ വേ. അപ്പൊ നമുക്ക് ഇച്ചിരി കൂടി ഈസിയാണ്, പണി ഇച്ചിരി കൂടി എളുപ്പമുണ്ടായിരിക്കും. ഓക്കെ, രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അപ്പൊ നമ്മള് പിന്നെ ആങ്സൈറ്റി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവരോട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓക്കെ പിന്നെ ഒന്ന് രണ്ട് മൂന്ന് ബ്രീത്ത് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് പറയുള്ളൂ, ഇനി കണ്ണുകൾ ജസ്റ്റ് ഒന്ന് അടച്ചോളൂ പറയും. പിന്നെ നമ്മൾ അവരോട് പറയുന്നത്, അവർ പിന്നെ കണ്ണടച്ചാൽ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുക നമ്മുടെ ചുറ്റിലുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വേഗം അവെയർ ആവും. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ആദ്യം കൊടുത്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചുറ്റിനും നീ കേൾക്കുന്ന ഓരോ ശബ്ദങ്ങളും നിങ്ങളെ ബോഡിയെ റിലാക്സ് ചെയ്യിക്കുന്നതാണ് അടുത്ത്. അപ്പൊ ചുറ്റിലുള്ള എല്ലാ കാര്യങ്ങളും അവർ കവർ ചെയ്ത് പോയി. പിന്നെ നമ്മൾ ചെയ്ത എന്താണ്, നിന്റെ ബോഡിയിലുള്ള ഓരോ മൂവ്മെന്റ്സും നിന്നെ എന്ത് ചെയ്യുന്നു, റിലാക്സ് ആക്കുന്നു. അപ്പൊ നമ്മൾ വയറ് ഉയർന്നത് താഴ്ന്ന്, നെഞ്ച് ഉയർന്ന് താഴ്ന്ന്, ഇതൊക്കെ ഇതിന്റെ ഓരോ പ്രാവശ്യം നമ്മൾ ബ്രീത്ത് ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ എന്നല്ല നമ്മൾ പറഞ്ഞത്. ഡീപ്പ് ഒരു ചെറിയൊരു എന്നുള്ളൊരു വൈബ്രേഷൻ കൂടി ഇട്ടിട്ടുണ്ട്. ഈ വൈബ്രേഷൻ പൊതുവെ നമ്മളെ ബോഡിയെ പെട്ടെന്ന് റിലാക്സ് ചെയ്യിപ്പിക്കുന്നുള്ളതാണ്. അപ്പോ ആ ഒരു മെത്തേഡും കൂടി കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ്. ക്ലിയർ ആയോ? എന്നിട്ട് ഡീ എന്ന് പറയുമ്പോൾ ആ ഡീപ്പിലേക്ക് ഇങ്ങനെ റിലാക്സ്. ഈ റിലാക്സ് പെട്ടെന്ന് ആയിക്കോളും. ഡീപ്പിലേക്ക് പോകാനാ ബുദ്ധിമുട്ട്. അപ്പോ ആ ഒരു പാറ്റേൺ കഴിഞ്ഞിട്ടാണ് നമ്മൾ അവരോട് പറയുന്നത്. പിന്നെ വല്ലാതെ ചെയ്യരുതേ. വല്ലാതെ ചെയ്താൽ എന്തായി പോവും, അങ്ങനെ ഉറങ്ങിപ്പോവും. ഓവർ ഇപ്പൊ തന്നെ ചെയ്താൽ തന്നെ നിങ്ങൾ ഉറക്കരുന്നുണ്ട്. അത് ഇച്ചിരി കൂടി കൂടുതൽ ചെയ്താൽ ഇച്ചിരി കൂടി ഉറക്ക് വരും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്നല്ലോ, ഇതേ സംഭവം കുറച്ചും കൂടി നമുക്കിപ്പോ ഇപ്പൊ നമ്മള് ഈ ഫ്രീ അസോസിയേഷൻ നമ്മൾ കംപ്ലീറ്റ് കേട്ടതിന് ശേഷം അയാളുടെ റിപ്രസ്ഡ് ഫീലിങ്സ് ഒക്കെ നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, ഇതിനെ ഒന്നുകൂടി ഡീപ്പനിങ്ങിലേക്ക് കൊണ്ടുപോകാം. ഗൈഡഡ് ഇമേജറി നിങ്ങൾക്ക് ഓർമ്മല്ലേ, ഉണ്ടോ? ഗൈഡ് ഇമേജറി മൂപ്പർ എങ്ങനെ കൊണ്ടുപോകല്ലേ, ആ കൊണ്ടുപോയിട്ട് മൂപ്പര് ലൈഫിന്റെ ജസ്റ്റ് ഒരു വിഷ്വലൈസേഷൻ കൊടുക്കുക. ഒരൊറ്റ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ക്രീനിൽ മൂപ്പരുടെ എല്ലാവിധ അവശങ്ങളെയും മൂപ്പര സ്ക്രീനിൽ കാണുകയാണ്. ആ സ്ക്രീനിൽ കണ്ടതിന് ശേഷം ജസ്റ്റ് ഒരു 5 to 1 കൗണ്ട് ചെയ്യുമ്പോൾ സ്ക്രീൻ കംപ്ലീറ്റ്ലി കാണുന്നതോടുകൂടി കംപ്ലീറ്റ്ലി എറേസ് ആയി പോകുന്നു. അതിന് മൂപ്പർ ഏറ്റവും പോസിറ്റീവ് സംഭവങ്ങൾ അവിടെ വരുന്നു എന്നുള്ള രൂപത്തിലേക്ക് ചെയ്തു കൊടുക്കുക. ഇത് നിങ്ങൾ ക്ലയൻസിനൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. എന്ത് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇഷ്യൂസ് ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ല. അപ്പൊ അതെങ്ങനെ ചെയ്യലും ഞാനൊന്ന് പറഞ്ഞുതരാം. റെഡിയാണോ? ഒന്ന് ചെയ്തു നോക്കാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പം കുറെ ആൾക്കാർക്ക് വീഡിയോ ഓണാണ്, ക്ലയന്റിന്റെ മുഖം കാണാതെ നിങ്ങൾക്ക് മനസ്സിലാവില്ല മൂപ്പര് എങ്ങോട്ടാ പോണെന്നുള്ളത്. പിന്നെ ഇതിൽ ചില ആൾക്കാർക്ക് ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഉറങ്ങിയിട്ടല്ലേ നിമ്മി എന്താണ് ശരിക്കും ആദ്യം തെളിച്ചത് ക്യാമറ ഓഫായി. അല്ല, നിമ്മി ഉറങ്ങുന്ന പോലെ തന്നെ കണ്ടു, അതുകൊണ്ട് ചോദിച്ചേ. ഈ ഉറക്കത്ത് കാണുന്നുണ്ടാ? കൊറേ ആള് സാർ റിലാക്സേഷൻ കൊടുത്തിട്ട് കൊറേ ആള് റിട്ടേൺ എണീച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അല്ല, നീ എവിടെ ഉള്ളത്? പിന്നെയും ഞാൻ പുറത്താണ് നിൽക്കുന്നത്, അതുകൊണ്ട് ക്യാമറ ഓൺ ആക്കാൻ സാർ. പറ്റുന്നില്ല. അത് അതുകൊണ്ട് സാർ അന്വേഷിക്കണ്ടായിരുന്നു. പറഞ്ഞത് ചെയ്യാൻ പറ്റാത്ത. അല്ല, ഒരു വിധമൊക്കെ പിന്നെ ആണെങ്കിൽ ഞാൻ ക്യാമറ ഓൺ ചെയ്യുന്ന സാറിന് അല്ല, അറിയാം. അറിയില്ല. നിങ്ങൾ ഒമാനിൽ പോയി ഇടക്ക് ചിലപ്പം ഇപ്രാവശ്യം ബംഗാളിന്റെ അടുത്ത് കട കയറിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ഓൺ ആക്കേണ്ടതാണ്.
കഴിഞ്ഞ പ്രാവശ്യം ബംഗാളിലെ അടുത്ത് കടയിൽ കയറിയതാ, ഒമാനിലേക്ക് പോകേണ്ട അവസ്ഥ വന്നു. ഫുൾ ക്ലീൻ ആക്കി ക്ലീൻ ആക്കി മിസ്റ്റർ ക്ലീൻ ആയിട്ട്. അപ്പൊ നിങ്ങള് അതല്ല ഇത് അങ്ങനെ എന്തെങ്കിലും ഷാക്കി റിലാക്സ് സംഭവിച്ചിട്ടുണ്ടാവും, ആവാഞ്ഞിട്ടേ അതായിരിക്കും. ഷാക്കി ഏ? റിലാക്സ് അതാണോ? ആവാഞ്ഞിട്ട് മറ്റുള്ളവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശരി ശരി ശരി. നമ്മൾ വേഗം ഇവിടെ ഇപ്പൊ വേഗം വിളിക്കാം, കാര്യമായിട്ട് അല്ലെങ്കിൽ ഇമാജിനറിയിലേക്ക് പോകുമ്പം നിമ്മി ഉറങ്ങുന്നുണ്ടോ നോക്കുക. എന്താ ഷാക്കി? നമുക്കൊന്ന് ചെയ്യാം. ഇത് പെട്ടെന്ന് എനിക്ക് എല്ലാം കൂടി തീരൂലേ, സമയം വൈകോ, 8:45. ഓക്കെ, റെഡി? സാർ സമയം ഇന്ന് വൈകിയാലും സാരമില്ല, സാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നതല്ലേ. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് എനിവേ. യെസ്, അതാണ് ടീം സ്പിരിറ്റ്. ഈ ഡ്യൂട്ടിയുടെ അവസാനം ഈ വൈകുന്നേരത്തേക്ക് ഒരു റിലാക്സേഷൻ തെറാപ്പിയും കൂടെ ആയപ്പോ നന്നായി ഉറങ്ങാം. മോനെ വയ്യ. അത് സത്യം കേട്ടോ. ഇത് കുറച്ചുകൂടെ നീണ്ടിരുന്നെങ്കിൽ നല്ല സുഖം. ഈ ഒരു ഇതൊക്കെ ഭയങ്കര സ്ട്രെസ് ഒക്കെ കഴിഞ്ഞിട്ടേ എനിക്ക് തോന്നുന്നേ ടെസ്റ്റിംഗ് വന്നിരിക്കുന്ന എന്നാ സാറിന്റെ ഒരു കാര്യം ചെയ്ത് പറഞ്ഞില്ലേ, സ്റ്റാർട്ട് വൈബ്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞില്ലേ, ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ PPT-യിലെ കണ്ടന്റ് ജസ്റ്റ് ഒന്ന് പറയാം. പിന്നെ ഞാൻ എനിക്ക് ഉറക്കിയിട്ട് ടാറ്റ അടിച്ചിട്ട് ഒറ്റ പോക്ക് പോയാൽ മതി. സാറ് ഉണരൂല്ല ചിലപ്പം, ആ സുഖത്തിൽ ഇരുന്നു പോവും. അല്ലാതെ നല്ലൊരു കാര്യം കേട്ടോ. ഞാൻ ആ സ്ലൈഡിൽ എന്താ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാ, എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇറങ്ങാന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളെ ഇതിൽ പറയുന്ന ടെക്നിക്ക് ഒന്ന് ഫ്രീ അസോസിയേഷൻ ആണ്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? 2 ഡ്രീം അനാലിസിസ് ആണ്. സ്ക്രീൻ കാണുന്നുണ്ട് കാണുന്നില്ലേ? സാർ. ആ, ഉണ്ട് ഉണ്ട്. രണ്ട് ഡ്രീം അനാലിസിസ് ആണ് നമ്മൾ പറഞ്ഞത്. മൂന്നാമത് അതിൽ പറഞ്ഞിട്ടുള്ള ഏതാ? ഡ്രീം അനാലിസിസ് അനാലിസിസ് നമുക്ക് ഓഫ് അറിയാലോ. നമുക്ക് ഡ്രീംസ് റെസിസ്റ്റൻസ്. ആണ് നമ്മുടെ അൺകോൺഷ്യസ് സംഭവങ്ങളൊക്കെ കോൺഷ്യസിലേക്ക് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ ഇവാലുവേറ്റ് ചെയ്യും, അത് വെച്ചിട്ട് സ്ട്രഗിൾ എന്താന്ന് കണ്ടെത്തുകയും ചെയ്യാം. എനിക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഡ്രീം അനാലിസിസ് ഞാൻ ചെയ്യാറില്ല, ഡ്രീമിന് എനിക്ക് വലിയ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെയല്ല, മീൻസ് പല ആളുകളും പല രൂപത്തിലാണ് ഡ്രീമിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ചില മതപരമായ കാര്യങ്ങളിൽ ഡ്രീം പാമ്പിനെ കണ്ടാൽ പിന്നെ ശത്രുക്കളാന്ന് പറയും. പിന്നെ സിഗ്മണ്ട് ഫ്രോയിഡ് പാമ്പിനെ കണ്ടാൽ സെക്ഷൽ എനർജി കൂടിയിട്ടാന്ന് പറയും. ഇതിപ്പോ എങ്ങനെ ഇതിനെ കണക്ട് ചെയ്യേണ്ടതെന്ന് പിടുത്തം കിട്ടാത്തതുകൊണ്ട് വഹിക്കാൻ പോയിട്ടില്ല. ശരി, അനാലിസിസ് ഓഫ് റെസിസ്റ്റൻസ് ഉണ്ട്. അല്ല സാറേ, നമുക്ക് ക്ലയന്റിനോട് തന്നെ അതിന്റെ ഇത് ചോദിക്കാൻ പറ്റുമോ? നിങ്ങൾ എന്താണ് ആ സ്വപ്നം കൊണ്ട് അർത്ഥമാക്കുന്നത്, എന്ത് മനസ്സിലാക്കുന്നു? അതിനാണ് നിങ്ങളടുത്ത് ഇങ്ങോട്ട് പോലെ നിങ്ങൾ പറഞ്ഞു തരികയത്. പിന്നെ വെറുതെ അതോടുകൂടി കൊള്ളാവൂലേ? അല്ല, സ്വപ്നത്തിനെ വല്ലാതെ ഇതാക്കിയിട്ട് കാര്യമില്ല. ഈ ഈയിടെയായിട്ട് കുറച്ച് എന്താ പറയാ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് എനിക്ക് കുറച്ച് ഈ ഉറങ്ങുമ്പോഴൊക്കെ സ്വപ്നം കാണുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ അങ്ങനെ പോകുന്നു. പിന്നെ ആ സ്വപ്നത്തിലൊക്കെ ഞാൻ കാണുന്ന സ്വപ്നം നിങ്ങൾ പറഞ്ഞു കേട്ടോ, ഞാൻ ഇതിനെ കുറിച്ച് പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. ഞാൻ കാണുന്ന സ്വപ്നങ്ങളൊക്കെ എന്താ അറിയോ? ഞാൻ ഭൂതങ്ങള്, കുറെ ഭൂതങ്ങളെ ചുറ്റും, കുറെ ഭൂതങ്ങളും പ്രേതങ്ങളും ചുറ്റും, ഞാൻ അവരൊക്കെ റെസിസ്റ്റ് ചെയ്യാണ്. ഒരു സ്വപ്നം അതേന്ന് എന്റെ. രണ്ടാമത് സ്വപ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്നോട് ഒരാളിങ്ങനെ സംസാരിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് അയാള് എന്നെ കൊണ്ടുപോകുന്നത് ഏതോ ഒരു ഇതിന് ബലി കൊടുക്കാനാന്ന് ഞാൻ മനസ്സിലാക്കാണ്. കുറെ ആളുകാരെല്ലാരും കൂടിയിട്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്നെ പിടിച്ച് ബലി കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. പക്ഷെ ഞാൻ അത് വിദഗ്ധമായി, ഏറ്റവും രസകരം എന്താ വെച്ച് കഴിഞ്ഞാല് എന്റെ എല്ലാ സ്വപ്നങ്ങളും ഞാൻ രക്ഷപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു റിസൾട്ട് കേട്ടോ. സാധാരണ നമ്മൾ കള്ളന്മാരെ കൊണ്ട് പേടിച്ചാൽ ആക്ഷൻ കിട്ടാറില്ല സ്വപ്നങ്ങൾ, അറിയില്ല. അങ്ങനെയല്ല നമ്മുടെ സ്വപ്നം ഉണ്ടാവുക, കള്ളം വരുന്നു, പറയാൻ കിട്ടില്ല, എങ്ങനെ പകുതിയായി മുറിയും. എന്റെ എല്ലാ സ്വപ്നങ്ങളും കംപ്ലീറ്റ് ചെയ്തു. ആ സ്വപ്നം കുറെ പ്രേതങ്ങൾ ചുറ്റിലും പിന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് രക്ഷപ്പെട്ടു. അതിന് പിറ്റേന്നാണ് നമ്മുടെ ടൂർ നടന്നത്. അത് നിങ്ങൾ കാണിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പൊ അത് സ്വപ്നം പുലർന്നോ? അത് ടൂറിന്റെ തലേന്നതിന് സ്വപ്നമായിരുന്നു. പിന്നെ ടൂറിന് അന്ന് ഉറങ്ങിയ സമയത്ത് കണ്ട ആൾക്കാരാണോ സാറ് പറഞ്ഞേ? അല്ല, ഞാനൊന്നും പറഞ്ഞില്ല, നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. റീസെന്റ് കണ്ട സ്വപ്നം ആയതുകൊണ്ട് അത് ബാച്ച് 8-നെ കുറിച്ചാവുള്ളൂ, ഇതാവൂല. പിന്നെ ടൂറിന് അന്ന് കണ്ട സ്വപ്നമാണോ ആൾ ഉറങ്ങുമ്പോൾ കുറെ എന്നെ പിടിച്ചിട്ട് ഈക്കോ പാർക്കിൽ ഉറങ്ങുമ്പോഴാണ് ഞാൻ കണ്ടത്. രാവിലെ കുറച്ചു നേരം ഉറങ്ങിയതാ. അപ്പൊ കണ്ടത് അത് ഉറക്കത്തിലല്ല, ഞാൻ നേരിട്ട് തന്നെ ഞാനത് പ്രതീക്ഷിച്ചതാ. ആണോ? അത് സിറാജ് കൂടെ ഇല്ലാത്തതുകൊണ്ടുള്ള സങ്കടം കൊണ്ട് പറയാം. സിറാജ് എനിക്ക് നഷ്ടമാണ്, തീരാ നഷ്ടം. ഇനി എങ്ങനെ വെച്ചിട്ടുണ്ടാക്കിയിട്ട് കാര്യമില്ല, നടക്കൂല മോനെ. ഞാൻ അതിനെ കുറിച്ച്, ആ നഷ്ടത്തെ കുറിച്ച് ഒരുപാട് ആലോചിച്ചു. പിന്നെ ഞാൻ ആലോചിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനില്ലാത്ത നിങ്ങൾക്കൊരു നഷ്ടല്ലേ, അങ്ങനെ. പക്ഷെ ഞങ്ങൾ എന്ന് പ്രതീക്ഷയിലിരുന്നോ? പക്ഷെ ആർക്കും ഓർമ്മ പോലും ഞാൻ മാത്രമേ സിറാജിനെ ഓർമ്മ, ഞാൻ മാത്രമല്ലേ കോൾ ചെയ്തിട്ടുള്ളൂ അല്ലേ?
ഷാക്കി അതെ വിളിച്ചില്ല അതെ എന്നെ? അല്ല ഷാക്കി വിളിച്ചിരുന്നോ? ഇല്ല, ഷാക്കിനെ ഞാൻ അങ്ങോട്ട് സിറാജ് ഭായി വിളിച്ചിട്ടുള്ളൂ. സെറ്റായി. ഷാക്കിയെ അനിസ്പ്രേ പരസ്യം പോലെ പൊടി പോലും ഇല്ലായിരുന്നു, അതിനുശേഷം ഒരു വിവരവും ഇല്ലായിരുന്നു. ഷാക്കി അടിപൊളിയായിരുന്നു. നമ്മുടെ ട്രെയിനിലെ മൊത്തം കാര്യങ്ങളും നിയന്ത്രണത്തില്. അതുകൊണ്ട് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഷാക്കി അത് കഴിഞ്ഞ് എത്തിയിട്ട് പറയുമെന്ന് വിചാരിച്ചു. പിറ്റേ ദിവസം ഞാൻ വന്നിട്ട് പറഞ്ഞു, സിറാജ് ഭായി ഷാക്കി അതിനുള്ള എന്തെങ്കിലും ഒന്ന് ഗ്യാപ്പ് പറയാ കിട്ടിയില്ല ട്രിപ്പിനെ കുറിച്ച് സത്യം. എന്ന് പറഞ്ഞു. അതില് നമ്മുടെ തൗഫീഖ് ഉണ്ടല്ലോ, തൗഫീഖ് ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര കോമഡിയും മിക്സിങ്ങും എല്ലാം കൂടിയും ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ഓൻ എങ്ങനെയാണ് പിന്നെ ഇപ്പോഴുള്ള പൊസിഷനിലേക്ക് എത്തിയെന്നുള്ളതാണ് ഞങ്ങളുടെ സംശയം. ബാക്കിയൊക്കെ അത്ര രസമായിരുന്നു. ഓന്റെ ലാസ്റ്റ് ഇപ്പൊ ഈ പരിപാടി കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഒരു മുട്ടായിക്കുള്ള പൈസ ബാക്കി ഇട്ടിട്ടുണ്ട് ഗ്രൂപ്പില്. അക്കൗണ്ടിന്റെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇട്ടേ ഒരാൾക്ക് 12 ₹12. 12.5. അത്ര അടിപൊളി, ഭയങ്കര രസം. എന്നിട്ട് ഞാൻ പിറ്റേന്ന് രാത്രി കോര വിളിച്ച് ഏതായാലും ശരി. ഷൈനി മാമിന് സാധ്യത ഉണ്ടല്ലോ ആ വൈബിന്. ആർക്ക്? ഷൈനി മാമിന്. ഷൈനി മാം മൊത്തം വൈബ് തന്നെയായിരുന്നു. അതിൽ നമ്മുടെ മുസൈന മാം ഫുള്ള് സുഖമില്ലാഞ്ഞിട്ടേ ആകെ ടയേർഡായിട്ട് കഞ്ചാവ് അടിച്ച ആൾക്കാരെ മാതിരി ഒന്ന് കുറെ അവിടെ കിടക്കും, കുറെ ഇവിടെ കിടക്കും, കുറെ അവിടെ ഇരിക്കും. ആ ഒരു അവസ്ഥയിലുണ്ടായിരുന്നത്. ഓ, പിന്നെ ഞങ്ങളാരും പ്രത്യക്ഷത്തിൽ കഞ്ചാവേന്ന് വിളിച്ചിട്ടില്ലാന്നുള്ളൂ. പക്ഷെ മൊത്തത്തിൽ അവസ്ഥ അതായിരുന്നു, പാവം. അത് പറ്റി ഇൻസ്റ്റയിൽ വല്ല നെഗറ്റീവ് കമന്റും വന്നോ? എല്ലാം അതിന് വെയ്യേന്നു, ക്ഷീണം. പിന്നെ കുറെ ആൾക്കാര് മാമിന്റെ അടുത്ത് എന്താണ് മാമിന്റെ അടുത്ത് അടിയാധാരം കൊടുത്ത കുറെ ആൾക്കാരുണ്ട്. മാം ഉണ്ടെങ്കിൽ പോവാ എന്ന് പറഞ്ഞിട്ട്. അപ്പോ പെരക്കാരൊക്കെ അങ്ങനെ മാമിനെയാണ് കൊളത്തിട്ട് വെച്ചത്. അപ്പൊ അതുകൊണ്ട് മാം ഇല്ലാഞ്ഞ കുറെ ആൾക്കാർക്ക് വരാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് മാം കഷ്ടപ്പെട്ട് വന്നതാ. അതിന് സ്പെഷ്യൽ അപ്രീസിയേഷൻ ഉണ്ട്. നിസ്മ കരഞ്ഞു, ഉമ്മച്ചി വരില്ലെങ്കിൽ ഞാൻ പോരില്ല എന്ന്. അപ്പൊ പിന്നെ ലാസ്റ്റ് നിവർത്തില്ലല്ലോ. നിഷ്മ ഇപ്പൊ ആലോചിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇതിപ്പം ഒരു വൈബിലേക്ക് എത്താൻ പറ്റുന്നില്ല. ഉമ്മ ഇല്ലാത്തൊരു ബാച്ചിലേക്ക് എങ്ങനെ ഞാൻ കേറാന്നൊക്കെ. ഏയ് നിസ്മക്ക് അങ്ങനെ യാതൊരു പ്രശ്നമില്ല. ഇപ്പൊ നിസ്മന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? നിസ്മക്ക് മൊത്തം നമ്മളെ വൈബാണ്. ഓരോ ക്ലാസ് ഒരു കുട്ടിയൊരു വൈബ് വെക്കണില്ല. അവിടെ തന്ത വൈബ് എന്ന് പറയുന്നുണ്ടോ കുട്ടികള്? ഏത് നേരത്താണോ അഡ്മിഷൻ എടുക്കാൻ തോന്നിയെന്ന് ഓൾ ആലോചിക്കണേ. വൈബൊക്കെ മാറി. ക്ലാസ്സിലൊക്കെ എത്തിയിട്ട് ചിലപ്പോൾ സിറാജൊക്കെ സംസാരിക്കണ പോലെ സംസാരിക്കണേ കുട്ടികൾക്ക് മനസ്സിലാവില്ല. അല്ലെങ്കിൽ ഷാക്കിർ പറഞ്ഞ പോലെ അത് നല്ല ഇതാണെന്ന് പറഞ്ഞല്ലോ. ടീച്ചർ എന്ത് ഇതൊക്കെ ആകെ കയ്യിൽ പോയല്ലോ, ഒരു പിടുത്തം കിട്ടാത്ത സംസാരം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കൺഫ്യൂഷനായി നിൽക്കാം. സ്കൂളിൽ ആഴ്ച ഒരു ദിവസം പോകുള്ളൂ, ഒപ്പിടാൻ മാത്രം. വിസിറ്റിംഗ് പ്രൊഫസർ ആണ് അത്ര ലാസ്റ്റ് പോയിട്ടില്ല. ഉണ്ടാ സിറാജ കുട്ടൊന്ന് ഏറ്റെടുക്കട്ടോ, സ്കൂളിൽ പറഞ്ഞേക്കാൾ എന്തെങ്കിലും. ഉണ്ട്. പക്ഷെ സിറാജ് ഭായി അവള് പോയിട്ടില്ലെങ്കിലും മാം എന്താ പറഞ്ഞെന്ന് പറഞ്ഞാല് നമ്മൾ പഠിപ്പിക്കാതെ തന്നെ അവള് എല്ലാം A+ ആന്ന് പറഞ്ഞ. അല്ല നിഷ്മ, അതിന് വേറെ ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇനി അതുകൊണ്ട് നടക്കണില്ലെങ്കിൽ ദുർഗുണ പാഠശാല ഉണ്ട്, ശരിയാക്കാം. അല്ല, അതിന് പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് എല്ലാത്തിനും ഫുൾ മാർക്കാണ്, കുഴപ്പമില്ല, മാർക്ക് ഉണ്ട്. ക്ലാസ് പോകാൻ ഇൻട്രസ്റ്റ് ഇല്ലാന്നേ ഉള്ളൂ. അവിടെ ടീച്ചർമാർക്ക് പരാതിയില്ല. ടീച്ചർമാർ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ മാം. അതായത് ഇവള് പഠിച്ചതൊന്നും നമ്മൾ പഠിപ്പിച്ചതല്ല, പക്ഷെങ്കിൽ എല്ലാത്തിനും A+ ആണ്. അതാണ് നിഷ്മ ഇപ്പൊ എന്റെ വഴി സ്വീകരിച്ചിരിക്കുകയാണ്. വഴിയൊക്കെ അങ്ങനെ ആയാലും അല്ലേ, അതേപോലെ അക്കൗണ്ടിക്ക് ശമ്പളം മാസം വരും കൂടി ചെയ്ത ഉഷാറായി എന്നാണ് നിസ്മന്റെ ഒരു അഭിപ്രായം. അതിനാവില്ലേ? യെസ്. നോക്ക്, അപ്പൊ നമ്മൾ പറഞ്ഞത് അനാലിസിസ് ഓഫ് റെസിസ്റ്റൻസും കൂടി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ക്ലയൻസിന്റെ ഹെസിറ്റേഷൻസ് ഉണ്ടോ, ഏതെല്ലാം കാര്യങ്ങൾ പറയുമ്പോൾ അതിന്റെ ലാഗ് വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് സൈക്കോ അനാലിസിക്സിന്റെ ടെക്നിക്സ് ആണ്. പിന്നെ ട്രാൻസ്ഫറൻസ് എന്ന് പറഞ്ഞ സംഭവം, ക്ലയന്റിന് തെറാപ്പിസ്റ്റിനോടുള്ള ഒരു ട്രാൻസ്ഫറൻസ് ഫീലിംഗ്, അത് ശരിക്കും എന്താ പറയാ, ആ ക്ലയന്റിന് ഇച്ചിരി കൂടി ഓപ്പൺ ആവാനും ഇച്ചിരി കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാനൊക്കെ സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് ചില ആളുകളുടെ വാദം. ചില ആളുകൾ പറയുന്നത് നമ്മൾ ആ റോളിലേക്ക് പോകുമ്പോൾ കുറെ ഇഷ്യൂസും ക്രിയേറ്റ് ചെയ്യാൻ സാധ്യത. ഇപ്പൊ ലവറൊക്കെ മിസ്സാകുന്ന സമയത്ത്, ഇപ്പൊ നമ്മുടെ കോഴിക്കോട് ഒരു അബ്ദുസലാം എന്ന് പറഞ്ഞ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരാളുണ്ട്. സാറിന്റെ ക്ലാസ് ഞാൻ പങ്കെടുത്തിരുന്നു. അന്ന് സാറ് പറഞ്ഞത് ഈ ട്രാൻസ്ഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ റോളിലേക്ക് മാറും. ഇപ്പൊ കാമുകം മിസ്സായി കഴിഞ്ഞാൽ ആ കാമുകിനോട് എന്തെല്ലാം കാര്യങ്ങളാണോ അവള് ഷെയർ ചെയ്തിരുന്നത്, അതേ ഒരു പാറ്റേൺസിലേക്ക് നമ്മൾ മാറും. കുറച്ച് കാര്യങ്ങൾ കഴിയുമ്പോൾ ആ കുട്ടി ആ ഒരു സിറ്റുവേഷൻ സാഹചര്യങ്ങൾ ഓക്കെ ആയി വന്നു എന്ന് ഉറപ്പ് വരുത്തുമ്പോൾ നമ്മൾ മെല്ലെ 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 ആ ഒരു ഡിപ്പെൻഡൻസി കുറച്ച് കൊണ്ടുവന്നിട്ട് കട്ടാവും.
പക്ഷെ എനിക്ക് അതിനോട് അത്ര യോജിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് വല്ലാതെ ഒരാൾക്ക് ഡിപ്പെൻഡൻസി കൊടുത്തിട്ട് പിന്നെ മുറിച്ച് കൊണ്ടുവരാൻ നമ്മുടെ നാട്ടിൽ അതിനെ സൈക്കോ അനാലിസിസ് എന്നൊന്നല്ല പറയാം. നമ്മുടെ നാട്ടിൽ വേറെ പല പേരുമാണ് പറയാം. അപ്പൊ അത് നമുക്ക് സൈക്കോ അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് ബോധിപ്പിക്കാൻ കഴിയില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത്. കാരണം ക്ലിയർ ആയില്ലേ? ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞില്ലേ, NLP എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെക്നിക്സ് ഉണ്ടോ എന്ന് ചോദിച്ച് വന്നു എന്ന് പറഞ്ഞ കഥ ഞാൻ പറഞ്ഞല്ലേ. അപ്പോ അങ്ങനെ പല ഇത്രേ ഉള്ളൂ സിറാജ്. ആങ്കറിങ് ടെക്നിക്സ് ഉണ്ടോ എന്നുള്ളതാണ് സംശയം. അതെനിക്ക് വിളിച്ച് ചോദിച്ചാൽ എങ്ങനെയാണ്, ഒരാൾക്ക് വൈഫിനെ ഭയങ്കര സംശയമായിട്ടാണ് കൗൺസിലിങ്ങിന് കൊണ്ടുപോയത്. അപ്പോൾ പിന്നെ ഇയാൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കൗൺസിലർ പിന്നെ ആ പെൺകുട്ടിയുടെ തൊടയിൽ ഇങ്ങനെ കൈവച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ആങ്കറിങ് ചെയ്തതാണ്. ആങ്കറിങ് തന്നെ ടെക്നിക്സ് ഉണ്ടല്ലോ, അത് ചെയ്തതാണ് മൂപ്പര വാദം. അപ്പം എന്നെ വിളിച്ചു ചോദിച്ച ആള് പറഞ്ഞത് എല്ലാ ഈ ശരീരത്തിൽ തൊട്ടാണ്ടുള്ള ആങ്കറിങ് പരിപാടിയൊക്കെ ഉണ്ടോ അതില്. അപ്പൊ NLPയിൽ അങ്ങനെ സംഭവം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് ഇപ്പൊ പറയണോ? കാരണം ഇവിടെ നിങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടി ഇവിടെ പൊട്ടില്ല, ഇല്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ അടി പൊട്ടും. ആ ഒരു മധ്യസ്ഥം പറച്ചിലാണ് ഇപ്പൊ സംഭവം കിടക്കുന്നത്. അപ്പൊ നമുക്ക് എന്ന് വെച്ചാൽ നമ്മുടെ പ്രാക്ടിക്കലായിട്ട് നടക്കാൻ പറ്റുന്ന കുറെ തെറാപ്പിയുടെ മാത്രം നിങ്ങൾ അധികം CBT വർക്കൗട്ട് ചെയ്താൽ മതി, എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമ്മളുടെ ഏരിയയിലേക്ക് തന്നെ പോവാം. ഇതൊക്കെയാണ് ടെക്നിക്സ്. അപ്പൊ നമ്മുടെ ഈ സൈക്കോ അനാലിസിസിന്റെ മേജർ കോൺട്രിബ്യൂഷൻസ് എന്താ നമ്മൾ മനസ്സിലാക്കുക. അൺകോൺഷ്യസ് ആണ് മൈൻഡിന്റെ കളികൾ കംപ്ലീറ്റ്. ഓക്കെ, പേഴ്സണാലിറ്റി കംപ്ലീറ്റ് കിടക്കുന്നത്, പേഴ്സണാലിറ്റി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പേഴ്സണൽ ഡൈനാമിക്സ്. ഇഡ് ഈഗോ സൂപ്പർ ഈഗോ നമുക്ക് അറിയാലോ, ഞാൻ എലാബറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഒന്നും എലാബറേറ്റ് ചെയ്യാത്തത്. ഇഡ് ഈഗോ സൂപ്പർ ഈഗോ. അതേപോലെ പിന്നെ ഈ ഒരു എന്താ പറയാ, സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന സംഭവം ശരിക്കും നമ്മുടെ ആങ്സൈറ്റി, ന്യൂറോസിസ് തുടങ്ങിയിട്ട് ഡിഫൻസ് മെക്കാനിസം തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളിലേക്കും നമുക്കൊരു ഐഡിയ തന്നു. പക്ഷെ ഇതിനുള്ള ഒരുപാട് പോരായ്മകളുണ്ട്. കാരണം ഇത് പലതും സയന്റിഫിക് അല്ല, സയന്റിഫിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയില്ല. സെക്ഷുവാലിറ്റിക്ക് ഒരുപാട് ഓവറായിട്ട് എംഫസിസ് കൊടുത്തൊരു സംഭവമാണ് ഈ സൈക്കോ അനാലിസിസ്. അതേപോലെ നമുക്കൊരു ടൈം ഒരുപാട് എടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഓക്കെ, സബ്ജക്റ്റീവ് ഇന്റർപ്രിട്ടേഷൻ ആയിരിക്കാം, എല്ലാ ഡിസോർഡേഴ്സിനൊന്നും മാച്ച് ആവാത്ത തരത്തിലുള്ളൊരു സംഭവമാണ് ഈ സൈക്കോ അനാലിസിസ്. ബേസിക് ആയിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കാം. അന്ന് സൈക്കോ അനാലിസിസ് എന്താണ്, സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് പിന്നെ മെയിൻ കോർ അനാലിസിസുകൾ, പിന്നെ മനസ്സിന്റെ ലെവലുകൾ, ഇഡ് ഈഗോ സൂപ്പർ ഈഗോ എന്ന് പറയുന്ന കൺസെപ്റ്റ്, ദെൻ സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റൽ തിയറി എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഏജിൽ നമുക്ക് ഫിക്സേഷൻ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്വഭാവത്തിൽ സ്വാഭാവികമായിട്ടും കാണും. കാരണം നമ്മൾ ഓറൽ സാറ്റിസ്ഫാക്ഷൻ ഉള്ളൊരു സ്റ്റേജ് ഉണ്ട്, അതിൽ ഫിക്സേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല ചെയിൻ സ്മോക്കർ ആയിട്ട് മാറും, അല്ലെങ്കിൽ ഓവർ ഡിപ്പെൻഡൻസി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്ക് നമ്മുടെ ഫലിതം പറയുന്നവരാവുന്നൊക്കെ പറയുന്നത് സാർ ശരിയാണോ? എങ്ങനെ ഓറൽ സ്റ്റേജിൽ ഫിക്സേഷൻ സംഭവിച്ചാല് ഫലിതപ്രിയരായി മാറും, സംസാരിക്കും, കൂടുതൽ സംസാരിക്കും. അല്ല, ഇതിലെന്താ വെച്ചാലേ ഇതിൽ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടൊക്കെ നമ്മൾ കണക്ട് ചെയ്യുക. അതിനെ നമുക്ക് നമ്മളുടെ സാറ്റിസ്ഫാക്ഷൻ മൗത്താണെന്നുള്ളതേ ഉള്ളൂ. ആ സാറ്റിസ്ഫാക്ഷൻ മൗത്താകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സന്തോഷം, ചിലർക്ക് കിടകടാന്ന് പറയുന്നതിലേക്ക് ഒരു സന്തോഷം, എങ്ങനെയാലും വായിലൂടെ കിട്ടുന്ന സന്തോഷങ്ങളാണ് മെയിൻ ഫോക്കസ് ചെയ്ത്. അതിൽ വരുന്ന ഡിപ്പെൻഡൻസിയിലേക്ക് വരുമ്പോൾ സ്മോക്കിങ്ങിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിനെന്താ അറിയോ, ഇതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്കും അറിയില്ല, പലർക്കും അറിയില്ല. അപ്പൊ ആരാണോ പറയുന്നത് ആ പറയുന്നതെല്ലാം ശരി എന്നുള്ള രൂപം നമ്മൾ എടുക്കുക എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെ അപ്പൊ അതിൽ എഡീപ്പസ് കോംപ്ലക്സിനെ കുറിച്ചും ഇലക്ട്ര കോംപ്ലക്സിനെ കുറിച്ച് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള തിയറിറ്റിക്കൽ പോയിന്റ് പറഞ്ഞത്. പിന്നെ എന്ത് ഇഷ്യൂസ് വരികയാണെങ്കിലും മനസ്സിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കുറെ ടെക്നിക്സ് ഉണ്ട്. ആ ടെക്നിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ എലാബറേറ്റ് ചെയ്യുന്നില്ല. പിന്നെ ടെക്നിക്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏതിൽ പറയാനുള്ളത്, ഏതിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത്, സൈക്കോ അനാലിസിസ്. ഇനി നമ്മൾ ഒരു 5 മിനിറ്റ് ചെറിയ നേരത്തെ പറഞ്ഞ ഒരു സംഭവം നമ്മൾ ചെയ്യാം. ഇതുവരെ പറഞ്ഞാൽ ഏതെങ്കിലും ഏരിയ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും? ടെക്നിക്സില് പിന്നെ ഇന്റർപ്രിട്ടേഷൻ വരുന്നില്ലേ അവസാനത്തില്? അല്ല, അതിന്റെ ഒരു ഘട്ടത്തെ നമ്മൾ ഇതിൽ കൊടുക്കാത്തത് എന്തായിരിക്കും? 4 ഘട്ടങ്ങളെയല്ലേ ഇപ്പം പറഞ്ഞത്? ഇന്റർപ്രിട്ടേഷൻ 4 ടെക്നിക്സ് അല്ലേ പറഞ്ഞത്? 4 ഘട്ടമല്ലല്ലോ. അല്ല, 4 ടെക്നിക്സ് അല്ലേ പറഞ്ഞത്? ഫ്രീ അസോസിയേഷൻ, ഡ്രീം അനാലിസിസ്, അനാലിസിസ് ഓഫ് റെസിസ്റ്റൻസ് ആൻഡ് ട്രാൻസ്ഫറൻസ്. ശരിക്ക് 5 എണ്ണാറില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇങ്ങനെ കണ്ടതിൽ അങ്ങനെ ഈ ഇന്റർപ്രിട്ടേഷൻ എന്നുള്ളത് ഒരു പിന്നെ
അത് സ്ലീപ്പ് ഇന്റർപ്രിട്ടേഷൻ ഡ്രീം ആവും പറഞ്ഞത്. അനാലിസിസിനല്ലേ ഡ്രീം അനാലിസിസ്, സോറി ഡ്രീം അനാലിസിസ്. ഡ്രീം അത് അനാലിസിസിന് സാറ് വേണ്ടിയിട്ടാണ്. അത് സാറ് കണ്ട സ്വപ്നങ്ങളെ പറഞ്ഞുകൊണ്ട് അത് അവസാനിപ്പിച്ചു. ആ അല്ല, ഞാൻ പറഞ്ഞത് എനിക്ക് അല്ല ആ ഞാൻ ഡ്രീം അനാലിസിസിനെ ഡ്രീം കുറിച്ച് അനാലിസിസ് പറയാൻ വേറെ. അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വിട്ടത്. അതെ, ഓക്കെ. അതുകൊണ്ട് അതത്ര റെലവെന്റ് അല്ല, വലിയ കാര്യമില്ല എന്നുള്ള രീതിയിലാണ് സാർ പറഞ്ഞത്. അല്ല, ഞാൻ അതിനെ പ്രോസസ് ചെയ്യാറില്ല. കാരണം ഇത് നമ്മൾ അൺകോൺഷ്യസ്ലി റോയൽ റോഡ് ആണെന്ന് പറയും. അതേപോലെ തന്നെ ഈ കണ്ടന്റ് മാനിഫെസ്റ്റ് ചെയ്യണം. എന്താണ് നമ്മൾ കണ്ട സ്വപ്നം എന്താണ് റിമെമ്പർ ചെയ്യണം. അപ്പൊ അതിലൊരു ഹിഡൻ മീനിങ് ഉണ്ടായിരിക്കും. എന്ന് പറയുമ്പോൾ എനിക്ക് അതിനൊരു വലിയൊരു താല്പര്യമില്ല. എനിക്കതിൽ വിവരമില്ല. ആ ഒരു വിഷയം പറഞ്ഞുതരാൻ ഡ്രീം അനാലിസിസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളുടെ സാറേ ലോകം ഇത് പിന്നെ എങ്ങനെ അല്ല യാസർക്ക് പറയൂ. യാസിർ ഭായി പറയൂ. അല്ല, ഇത് ഒരു പിന്നെ കമ്പാരിറ്റീവ്ലി ലോങ് ടേം ട്രീറ്റ്മെന്റ് അല്ലേ, കുറേ സെഷൻസ് വേണ്ടി വരില്ലേ. ഇപ്പൊ നമ്മൾ CBT-നെയൊക്കെ തീർച്ചയായിട്ടും അപേക്ഷിച്ച് ഒരു തീർച്ചയായിട്ടും 12 സെഷൻ 16 സെഷൻ എന്നൊക്കെ നമ്മളിപ്പോ CBT-യിൽ പറയുകയാണെങ്കിൽ ഇത് അതിലേറെ വേണ്ടി വരും അല്ലേ? ഇതെന്താ വെച്ചാൽ കൂടെ തന്നെ നിന്നാണ്ട് ചെയ്യല്ലേ പലപ്പോഴും. അല്ല സാർ, അപ്പൊ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഫ്രീ അസോസിയേഷനിൽ ഒരാൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നല്ലേ ഉള്ളൂ. അത് വെച്ചിട്ട് പിന്നെ ഇല്ല നമ്മൾ ഇല്ല 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 ട്രീറ്റ്മെന്റ് വേറെ ചെയ്യണ്ടേ? ഇല്ല 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 നമുക്കെന്താ വെച്ചാല് ഫ്രീ അസോസിയേഷൻസ് ഒരു കാര്യങ്ങളിൽ പറയുമ്പം ആ കാര്യം അൺകോൺഷ്യസ് കാര്യങ്ങൾ കോൺഷ്യസ്ലി എങ്ങനെ ഇവരെ ബാധിക്കുന്നെന്ന് പിടുത്തം കിട്ടും. ഒരു ഇൻസൈറ്റ് അയാൾക്ക് വരും. ഇൻസൈറ്റ് ലേണിംഗ് ഉണ്ടാവും. ഉം. നമ്മൾ അപ്പൊ നമ്മുടെ അതിലൂടെ വിഷയം ഹീലിംഗ് നടക്കും എന്നാണ് സാർ അതിലൂടെ പറയുന്നത്. ഹീലിംഗ് നടക്കും. അല്ലാതെ നമ്മളിപ്പോ ഇതിൽ CBT-യിൽ കൊടുക്കണ പോലെ എന്തെങ്കിലും ഹോംവർക്കും കാര്യങ്ങളും കൊടുക്കേണ്ട ആവശ്യമില്ല. ഹോംവർക്ക് ഒന്നും സ്പെഷ്യലി മെൻഷൻ ചെയ്യുന്നില്ല. ഒരു സെൽഫ് റിയലൈസേഷൻ ആ ഉദ്ദേശിക്കുന്നത് അല്ലേ സർ? ഉം. ഓട്ടോമാറ്റിക്കലി ചില കാര്യങ്ങൾ നമുക്ക് സെൽഫ് റിയലൈസേഷൻ വരുമ്പോൾ തന്നെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം, നമുക്കൊരു പാനിക് ഉണ്ടാവുന്നു. നമ്മൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആസ് എ റിസൾട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ റിസൾട്ട് ആയിട്ടാണ് എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് മനസ്സിലാകുമ്പോൾ നമ്മുടെ ആ ഒരു പാനിക്കിനോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറും. മാറും. Okay. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഓ പിന്നെ ഈ ബ്രീത്തിങ് തെറാപ്പിയും അതേപോലെ റിലാക്സേഷൻ തെറാപ്പിയും ഒക്കെ ഞാൻ ചെയ്തു കൊടുക്കലുണ്ട്. യോഗന്റെ ലാസ്റ്റ് മെഡിറ്റേഷൻ സെഷനിൽ ചെയ്തു കൊടുക്കലുണ്ട്. പക്ഷെ ശരി. എനിക്ക് ആരെങ്കിലും ചെയ്തു തരുമ്പോ ഭയങ്കര ഹെഡേക്ക്. ഞാൻ അങ്ങനെ ആ സെഷനിൽ നിക്കലില്ല. അത് എന്തുകൊണ്ടാന്ന് എന്തെങ്കിലും റീസൺ ഉണ്ടോ അതിന്? ഇപ്പോഴും എനിക്ക് ഹെഡേക്ക് ഉണ്ടായോ? അത് ചെയ്ത് അതിലിരിക്കാൻ പറ്റൂല, ഭയങ്കര ഹെഡേക്ക് ആവും. ഇപ്പോഴും എനിക്ക് ഹെഡേക്ക് ഉണ്ടായിരുന്നു 5 മുമ്പ്. ഇപ്പൊ ഉണ്ടായിരുന്നു, ഞാൻ ചെയ്തിട്ടില്ല. അതേപോലെ ഷാക്കിർ ഭായി അന്ന് ക്ലാസ്സിന് ഇമ്മച്ചി എടുത്ത സെഷനിൽ ചെയ്യിപ്പിച്ചപ്പോഴും ഞാൻ ചെയ്തില്ല. കാരണം എനിക്ക് പീക്ക് ലെവൽക്കാവും ഹെഡേക്ക്. എന്തുകൊണ്ട് റെസിസ്റ്റ് ചെയ്യുന്നോണ്ടാവോ സർ? ലൈക്ക് റെസിസ്റ്റ് ചെയ്യുന്നുണ്ടോ? റെസിസ്റ്റ് ചെയ്യാറില്ല, മാക്സിമം ഇൻറ്റു ആവാറാണ്. പക്ഷെ ഇരിക്കാൻ പറ്റല്ലേ ഹെഡേക്ക് കൊണ്ട്. അൺനോയിങ്ലി റെസിസ്റ്റൻസ് വരുന്നുണ്ടാവുന്നുള്ളൂ. ലൈക്ക് മോളുടെ ഒരു പാറ്റേൺ ഉണ്ടാവുമല്ലോ, അതിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ഓക്കെ ഇല്ലേ സർ, അങ്ങനെ തോന്നുന്നില്ലേ? അറിയില്ല, ഞാൻ ചോദിച്ചേ. അല്ല, അതിൽ നിന്ന് മാറി നിൽക്കുന്നതോടുകൂടി തലവേദന മാറുന്നുണ്ടോ? കുറച്ച് ടൈം എടുക്കും. കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ലാവും അവിടെ, സമയം എടുക്കൂലേ? അതുകൊണ്ടായിരിക്കും ഉണ്ടാവില്ല. ടൈം എടുത്തിട്ട് മാറും. നമുക്ക് മറ്റേ ഇയാള് പറഞ്ഞ പ്രത്യേക കമ്മിറ്റി വെച്ചിട്ട് പഠനം നടത്തേണ്ട സംഭവമാണത്. കാരണം നമുക്ക് ഈ നെർവ് സിസ്റ്റത്തിന്റെ ഓട്ടോമാറ്റിക് ഷിഫ്റ്റിംഗ് ആണ് സാധാരണ സംഭവിക്കുക. നമ്മൾ റിലാക്സേഷനൊക്കെ PMR അല്ലെങ്കിൽ ഡീപ് ബ്രീത്തിങ്ങോ അല്ലെങ്കിൽ മെഡിറ്റേഷനോ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു സിമ്പത്തറ്റിക് പാരാസിമ്പത്തറ്റിക് ഓട്ടോമാറ്റിക്കലി അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ചിലപ്പോഴൊക്കെ ഈ ഒരു സിസ്റ്റമാറ്റിക് ക്വിക്കായിട്ട് മാറുന്ന സമയത്ത് ചെറിയ മൈൽഡ് ഹെഡേക്ക് അല്ലെങ്കിൽ തലക്കൊരു കനം പോലെ അല്ലെങ്കിൽ ഒരു പ്രഷർ നമുക്ക് സെൻസ് ചെയ്യുന്നു എന്നുള്ള ലെവലിലേക്ക് വരാറുണ്ട്. ഇനിയിപ്പോ സ്ട്രെസ്, സാധാരണ സ്ട്രെസ് ഉള്ള ആളുകൾക്കാണ് പെട്ടെന്ന് അത് കേച്ചായിട്ട് കയറി പോവാറുണ്ടാകുന്നത്. അല്ലാത്ത സമയത്ത് സിംറ്റത്തിനോട് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നുണ്ടാവും അത്, ആ ഒരു ഹെഡേക്ക് എന്നുള്ള സിംറ്റത്തിന്. ഇന്നലെ ഇപ്പൊ ഇത് പറയുന്നത് ഇത്രയും കാലമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് പല പരീക്ഷണങ്ങളിലൂടെയും കൊണ്ടുപോയി എല്ലാം റെയർ ആയിട്ടുള്ള ആരെങ്കിലും ആളെ കിട്ടുള്ളൂ. നമ്മൾ കൂടുതൽ അവെയർ ആകുമ്പോൾ ഇതിപ്പോ ഇനിയിപ്പോ പറയുന്ന എല്ലാ ഉത്തരങ്ങളും നമ്മൾ ഹൈപ്പോത്തറ്റിക്കൽ ഉത്തരങ്ങൾ മാത്രമായിരിക്കും. ഈ ഒരു വിഷയത്തിൽ വല്ല റിസർച്ച് നടന്നിട്ടുണ്ടോ എന്ന് നോക്കിയാൽ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കില്ല സാറേ, ഇങ്ങനെ മറ്റുള്ളവർക്കുണ്ടെങ്കിൽ.
അല്ല നമുക്ക് പിന്നെ ചെയ്തു നോക്കാം. നമുക്ക് എങ്ങനെയാണ് അതിന്റെ ഒരു പാറ്റേൺ ഒന്നും കൂടി നമുക്ക് വർക്കൗട്ട് ചെയ്ത് ചെറിയ രൂപത്തിൽ ചെയ്ത് ഓരോ ദിവസവും ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങള്. ഇപ്പൊ ഈ റിലാക്സേഷൻ തെറാപ്പി അല്ലാതെ നമ്മൾ പറയില്ലേ ബ്രീത്ത് ഇൻഹേൽ 4 സെക്കൻഡ് ഇൻഹേൽ എക്സേൽ എന്ന് പറയുന്നത്, അത് ചെയ്യുമ്പോഴും ഇതേപോലെ ഇതുണ്ടാവാറുണ്ടോ? എന്താ സാറേ? ഇപ്പൊ നമ്മൾ റിലാക്സേഷൻ തെറാപ്പിയില് ആ കണ്ണടച്ച് ചെയ്യാത്ത ജസ്റ്റ് ബ്രീത്ത് ഇൻഹേൽ കുറച്ചു നേരം ഹോൾഡ് ചെയ്ത് വായിലൂടെ എക്സേൽ ചെയ്യുമ്പോഴും അതേപോലെ പ്രശ്നം ഉണ്ടാവാറുണ്ടോ? ഇല്ലല്ല, നോർമൽ ബ്രീത്തിനും ബ്രീത്ത് ഔട്ടൊന്നും കുഴപ്പമില്ല. നോർമൽ ബ്രീത്ത് കഴിഞ്ഞിട്ട് ഇച്ചിരി കൂടി പിടിച്ച് ഹോൾഡ് ചെയ്ത് വെച്ച് സാവധാനം പുറത്ത് വിടുന്നതിന് എന്താ സംഭവിക്കാറ്? പിന്നെ ഇതുവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ആക്ച്വലി. നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒന്ന് ഡീസെൻസിറ്റൈസ് ചെയ്ത് കൊണ്ടുവരണം. നമുക്കിപ്പോ ഇതിപ്പോ പറഞ്ഞാല് സിമ്പത്തറ്റിക് പാരാസിമ്പത്തറ്റിക് മൂവ്മെന്റ് വരുമ്പോൾ നിനക്ക് സ്ട്രെയിൻ വരുന്നു. പിന്നെ അടുത്ത എന്റെ ചോദ്യം എന്തെങ്കിലും സ്ട്രെസ്സുകൾ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഞാനതൊരു നമുക്ക് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. ഓക്കെ. കാരണം നിന്റെ ഉള്ളിൽ ഇപ്പം നിന്റെ ഉള്ളിൽ ഒരു അൺകോൺഷ്യസ് സ്ട്രെസ് ഉണ്ടെന്ന് വിചാരിക്കും. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുന്നത് ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ, ഒരു 10 മിനിറ്റ് മുമ്പ് പറഞ്ഞ നമ്മളെ വൈബും നമ്മുടെ ക്ലാസ് വൈബും നമ്മൾ മാച്ച് ആകുന്നില്ല. അപ്പൊ നമ്മൾ അൺകോൺഷ്യസ്ലി നമ്മൾ അതിങ്ങനെ നമ്മളെ പലപ്പോഴും ഇങ്ങനെ റെസിസ്റ്റൻസ് ഒരു ഹോണ്ടിങ് ഇൻഡയറക്ട്ലി ഉണ്ടെന്ന് വിചാരിക്കും എക്സാമ്പിൾ. അപ്പൊ നമ്മൾ റിലാക്സ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ തോട്ട് ആദ്യം കണക്ട് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടാവും. ആ കണക്ട് ചെയ്യുന്ന ഏരിയയിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് വേഗം ആ തോട്ട്സ് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഹെഡേക്ക് പെട്ടെന്ന് കയറി വരാം. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ആദ്യം ഒരു ബ്രീത്തിങ് തെറാപ്പി ചെയ്തിട്ട് കോൺഷ്യസ്ലി ഓപ്പണിങ് കണ്ണൊക്കെ തുറന്ന് തെറാപ്പി ചെയ്ത് വീണ്ടും ബ്രീത്തിങ് ചെയ്ത് 4 സെക്കൻഡ് ഇൻഹേൽ 4 സെക്കൻഡ് ഹോൾഡ് 4 സെക്കൻഡ് എക്സേൽ ചെയ്ത് രണ്ടാമത് വീണ്ടും അതിനെ ഇച്ചിരി കൂടി ടൈമിങ് കൂട്ടി ബ്രീത്ത് ഇൻഹേൽ പിന്നെ 16 സെക്കൻഡോടെ ഹോൾഡ് സാവധാനം വായിലൂടെ എക്സേൽ. ഈ സംഭവങ്ങൾ നമ്മൾ 1 വീക്ക് 2 വീക്ക് കണ്ടിന്യൂ ചെയ്യാം. ആ 2 വീക്ക് കണ്ടിന്യൂസ് ആയി ചെയ്തതിനു ശേഷം 3rd വീക്കിലേക്ക് പോകുമ്പോൾ കുറച്ച് നേരം കണ്ണടച്ചിട്ട് ഇതേ സാധനത്തിന്റെ കണ്ണടച്ച് കംപ്ലീറ്റ് കണ്ണടച്ച വേർഷൻസിലേക്ക് മൂവ് ചെയ്യാം. അങ്ങനെ നമ്മൾ മെല്ലെ മെല്ലെ കൊണ്ടുപോകണം. എനിക്ക് ഈ റിലാക്സേഷൻ തെറാപ്പി ചെയ്യാനോ ആസ്വദിക്കാനോ കഴിയാത്ത ഒരാളായിരുന്നു ഞാൻ. എനിക്ക് കണ്ണടച്ച് ഗൈഡഡ് ഇമേജ് അടിക്കുമ്പോഴത്തേനും എനിക്ക് കണ്ണ് തുറക്കണം. എനിക്ക് കണ്ണ് തുറക്കണം. എനിക്ക് 10 ദിവസത്തെ 2014 10 ദിവസത്തെ ക്യാമ്പിലൊക്കെ പോയിട്ട് നമ്മളെ മൈൻഡ്ഫുൾനെസിന്റെ അതേപോലെ തീം സെന്റർ ഇന്ററാക്ഷൻ തെറാപ്പി കൊടുക്കണ്ട. അതിന് വയനാട്ടിൽ 10 ദിവസത്തെ ക്യാമ്പ്. ക്യാമ്പിൽ പോയി 4 ദിവസം അങ്ങനെയാണ് ക്യാമ്പിൽ. ക്യാമ്പിൽ പോകുമ്പോൾ നമ്മുടെ ഹാഫിസ് മുഹമ്മദ് സാർ ഇനി മെന്റർ ആയിട്ടുണ്ടായിരുന്നു, ഡോക്ടർ ഹാഫിസ് മുഹമ്മദ്. അപ്പൊ സാറ് രാവിലെ നമ്മൾ എണീറ്റിരുന്ന് ഇങ്ങനെ കണ്ണടച്ച് ക്ലോസ് യുവർ ഐസ് ആൻഡ് യു ആർ മൂവിങ് ഇൻ ടു ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഫോറസ്റ്റ് ഒന്നും വർക്കൗട്ട് ആവില്ല. ഞാൻ എല്ലാവരും കണ്ണടച്ചില്ല. ഞാൻ ഞാൻ അവിടെ നിന്ന് എണീറ്റ് പോയി. എനിക്ക് ഭയങ്കര റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അപ്പം ടൈമിലി നമ്മൾ കുറെ കഴിഞ്ഞപ്പോൾ അതേപോലെ ഹിപ്നോസിസ് പഠിക്കുന്ന സമയത്ത് എനിക്കിത് ഈ സാധനം എനിക്ക് വർക്കൗട്ട് ആവില്ല, എത്ര എനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ കഴിയില്ല, എനിക്ക് ഇങ്ങനെ ട്രാൻസിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു 100% വിശ്വാസത്തിൽ ഇങ്ങനെ പോയി നാളാണ്. വൺസ് ഐ ഫെൽറ്റ് എനിക്കും ഒരു എന്താ പറയാ ആസ്വദിക്കാൻ കഴിയും. ഇതൊരു ആസ്വാദനാണ് ശരിക്കും, റെസിസ്റ്റൻസ് അല്ല. ആസ്വദിക്കാൻ നമ്മൾ മൂവി മാത്രമേ ബോഡി ആസ്വദിക്കാൻ കഴിയുള്ളൂ. ആദ്യം ബോഡി എപ്പോഴും എക്സ്റ്റേണൽ എന്തിനെ കിട്ടിയാലും റെസിസ്റ്റ് ചെയ്യും. നമ്മുടെ പേഴ്സണാലിറ്റി ചിലപ്പോൾ അതിന് കണക്ട് ആക്കിയേക്കാം. പക്ഷെ അറ്റ് എ പെർട്ടിക്കുലർ ടൈം മെല്ലെ മൂപ്പർ തിരിച്ച് ഇങ്ങോട്ട് കണക്ട് ചെയ്ത് വരും. ക്ലിയർ? സെറ്റാക്കാം. ഈ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളിൽ അങ്ങനെ സംഭവിക്കാറുണ്ട് എന്ന് എങ്ങനെ? ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ടീമുകളിൽ ആ ഈ തലവേദനയുടെ എനിക്കൊരു അനുഭവം അങ്ങനെ ഉണ്ട്. അതെന്ന് വെച്ചാ പിന്നെ അവര് പറയണേ എന്നെ കെട്ടിയിടാനുള്ള ഒരു സൂത്രമായിട്ടൊക്കെ എനിക്കിങ്ങനെ ഫീൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞൊരു അപ്പൊ അതിനെ സംഗതി. resist ചെയ്യും, അങ്ങനെ അല്ലേ? പൊസിഷനുകൾ അവരെ ഫ്രീ ആയി ഈവൻ എണീറ്റ് നിന്നിട്ട് പിന്നീട് അവർ ഇരിക്കുക അല്ലെങ്കിൽ മറ്റ് പൊസിഷനുകളൊക്കെ അങ്ങനെ ഒന്ന് മാറിയൊക്കെ പിന്നെ പരീക്ഷിക്കുമ്പം അതിൽ മാറ്റങ്ങൾ വരുന്നുണ്ടായിരുന്നു. ഓക്കെ, നല്ല കാര്യം. അപ്പൊ അവരെ അതൊന്നും കുറച്ചും കൂടെ ഫ്രീ ആയിട്ടൊക്കെ വിട്ടിട്ട് അല്ല, ഇത് റിലാക്സേഷൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള ആളുകളെ നമുക്ക് ഈ ഇരുന്ന് ശീലമില്ലാത്ത ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നമുള്ള സാധനമാണ്. നമ്മളെ ബോഡി ഭയങ്കര റെസിസ്റ്റ്. ഞാൻ പറഞ്ഞില്ല എനിക്കൊന്നും അങ്ങോട്ട് ദഹിക്കാത്ത സാധനം. പിന്നെ ഇപ്പൊ പലപ്പോഴും ഈ രാത്രി പാട്ട് കേട്ട് കിടക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. പാട്ട് ഓൺ ആക്കിയിട്ട് ഇങ്ങനെ ആ പാട്ടിന്റെ വരികളിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അത് ശരിക്കും ഒരു റിലാക്സേഷൻ ആണ്.
വേറെ ചിന്തകളിൽ നിന്ന് കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ട് അത് മാത്രം ഫോക്കസ് ചെയ്യുന്നു. അപ്പൊ അത് നമുക്ക് ഇങ്ങനെ ആ ഫോക്കസിങ് അത് മാത്രം കിട്ടുന്നു. പിന്നെ നമ്മൾ ഉറങ്ങി അങ്ങ് പോകുന്നു, ഒരു സുഖം. അത് വേറെ വൈബാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെ മെല്ലെ മെല്ലെ നമ്മുടെ അതിലേക്ക് ഒരു സംഭവത്തിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള അളവ് കൂടും. അല്ലെങ്കിൽ ബോഡി ഓട്ടോമാറ്റിക് റെസിസ്റ്റ് ചെയ്യും, പണ്ടാരം നിർത്തുന്ന അവസ്ഥയിൽ ഇങ്ങനെ റെസിസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ നമുക്കത് ഒരു പെയിൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. അല്ല, നിഷ്മ അങ്ങനെ ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്. അല്ല, നിഷ്മന്റെ ഇതൊന്നല്ല. അല്ല, അത് ജനറലി അങ്ങനെ ചിലപ്പോൾ സംഭവിക്കും സാർ. കാരണം നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്തില്ലേ, എനിക്ക് പലപ്പോഴും നമ്മൾ ചിലപ്പോൾ തോന്നും ഒന്ന് റിലാക്സ് ചെയ്തൊന്ന് ഇരിക്കണമെന്ന്. പക്ഷെ മനഃപൂർവ്വം റിലാക്സ് ചെയ്യാൻ നോക്കുമ്പോൾ വല്ലാതെ പാൽപിറ്റേറ്റ് ആവും. അപ്പൊ ഈ സാർ മുമ്പ് പറഞ്ഞ പോലെയാണ്, ഇങ്ങനെ എഴുന്നേറ്റ് വേണ്ട എഴുന്നേറ്റ് ഓടണം. ബിക്കോസ് ആ സ്ട്രെസ് അങ്ങനെ നിൽക്കുന്നു, നമുക്ക് അന്നേരം റിലാക്സ് ചെയ്യാൻ പറ്റൂല. അപ്പൊ എനിക്ക് തോന്നുന്നു സിമിലർ ഒരു എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഉണ്ടാവും. സിരാജ് ഭായി ഇപ്പൊ പറഞ്ഞ പോലെ മറ്റേ ഹൈപ്പർ ആക്റ്റീവ് മാത്രമാണെന്നില്ല. സാർ പറഞ്ഞ പോലെ ഇല്ല. സ്ട്രെസ് ഇരിക്കുമ്പോഴും ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു നമുക്കൊക്കെ സംഭവിക്കാം. അന്നേരം പിടിച്ചെടുത്ത് ബാ റിലാക്സ് ആവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേറ്റ് പോവാൻ തോന്നാം. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് ഭയങ്കരമായിട്ട് പാൽപിറ്റേറ്റ് ആവും, തോട്ട്സ് ഓവർലോഡഡ് ആവും. അപ്പോ ഇരിക്കാനോ റിലാക്സ് ആവാനോ ഒന്നും പറ്റത്തില്ല. ഈ പറഞ്ഞ പോലെ വേറെ ഏതെങ്കിലും തോട്ട്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് പോവാൻ മാത്രമേ ഉള്ളൂ സൊല്യൂഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സൈക്കോ അനാലിസിസിൽ നമുക്ക് ജസ്റ്റ് സൂചിപ്പിക്കാനുള്ളത് കേട്ടോ. ഇനി ചെയ്യാനുള്ളത്, ഇനി ചെയ്യും കൂടി കഴിഞ്ഞാൽ 9:30 ആവും. അടുത്ത ആഴ്ച ബാക്കി പൊട്ടിച്ചാൽ മതിയോ? ഇതുകൊണ്ട് ചെയ്തിട്ട് അവസാനിപ്പിക്കാം സാർ. എന്താണ് യാസർ ഭായി, നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കിയാൽ എനിക്ക് അവിടെ നിന്ന് ജോലി തരത്തില്ല ഒമാനിലേക്ക് നിങ്ങള്? അല്ല, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നിങ്ങള് രാത്രി പിന്നെ പാട്ട് കേട്ടിട്ടാണ് ഉറങ്ങണമെന്ന് പറയുമ്പോൾ മറ്റുള്ളതിനൊക്കെ തടുക്കാൻ പാട്ട് കേട്ട് ഉറങ്ങാന്നുള്ളത് സ്വീകരിച്ചാണോ എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ. ചില അല്ല അപശബ്ദങ്ങളെ പിന്നെ അല്ല, അപശബ്ദങ്ങളായിട്ട് ഒന്നും എന്റെ വീട്ടിലില്ല. നമ്മള് ശബ്ദമുള്ളൂ, അതാ അബദ്ധം അല്ലേ? എങ്ങനെ ഒരു കേട്ടില്ല? ശബ്ദമുള്ളൂ, അതാണ് അബദ്ധം. അതെ അതെ അതെ, ഒറ്റ ശബ്ദമല്ല, മൾട്ടി ശബ്ദങ്ങളുണ്ട്. തമാശ പറഞ്ഞതേ, ഞാൻ ചിരിക്കടോ നിങ്ങള്. നിഷ്മ, ഞാന് അത്ര നല്ലൊരു നിഷ്മക്ക് കൗണ്ടർ. ഇത്ര ധൈര്യം ഒന്ന് ആലോചിക്കേനി. അല്ല, നിഷ്മ ഉദ്ദേശിച്ചത് ഒരൊറ്റ ശബ്ദമുള്ളൂ, അത് അബദ്ധം എന്താ എന്ന് നിഷ്മ, പറഞ്ഞു. ഒരു ബഹുമാനൊക്കെ വേണ്ടേ? അല്ല, നിഷ്മ ഉദ്ദേശിച്ചത് എന്താന്ന് എനിക്ക് മനസ്സിലായത്. അല്ല, എനിക്കത് ചിരിക്കാണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഞെട്ടുക ചെയ്ത്. അല്ല, നിഷ്മ ശബ്ദങ്ങൾ എന്ന് അതിന്റെ ബഹുവചനാക്കണ്ടെന്നേ ഉദ്ദേശിച്ചുള്ളൂ. അതെ അതെ അതെ. അപ്പോ ഓട്ടോമാറ്റിക്കലി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, രാത്രി അവിടെ എത്തുമ്പം ഇപ്പം പോയി കഴിഞ്ഞാല്, ഇപ്പൊ കൊണ്ടോട്ടിയുള്ളത്, ഇപ്പൊ പോയി കഴിഞ്ഞാല് ഏകദേശം 9:45 ചിലപ്പോൾ മിക്കവാറും കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല. 10 മണി ആകുമ്പോൾ കുട്ടികൾ സൈഡായിട്ടുണ്ടാവും. പിന്നെ നമ്മളെ കുട്ടികളിൽ തന്നെ എന്തെങ്കിലുമൊക്കെ പാട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു കണക്ട് ചെയ്ത് എന്നും റെഗുലറായിട്ട് കേൾക്കുന്ന ചില സംഭവമാണ്. അത് വൈഫ് ഇങ്ങനെ മൊബൈലിൽ ഓൺ ആക്കി വെക്കും. അപ്പൊ അതിലിങ്ങനെ കണ്ടീഷനായിട്ട് ഒരു എന്ത് ചെയ്യും, ഉറങ്ങിപ്പോകും. പിന്നെ ഞാൻ വരുമ്പോഴാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പാട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന സമയങ്ങളാണെങ്കിൽ അല്ലേ, അപ്പോൾ അത് ഓണാക്കി ഇങ്ങനെ ഉറങ്ങിയാൽ നല്ല ഒരു സന്തോഷം. ഫിലിഷ്മ പറഞ്ഞ പോലെ ചില ശബ്ദങ്ങളിൽ നമുക്ക് നിർബന്ധമായി വരൂലേ? അല്ല, ചില ശബ്ദങ്ങളുടെ അളവ് വ്യത്യാസം വരികയോ അല്ലെങ്കിൽ നമ്മൾ ഇറിറ്റേഷൻ ചെയ്യുന്ന ശബ്ദങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് കേട്ട് തീർക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യുന്ന കടമ്പ. എല്ലാവരും പിറ്റേന്ന് നേരം കൊടുക്കുമ്പോൾ പുട്ടും ചായയും കടലൊന്നും കിട്ടില്ല. അപ്പോൾ കംപ്ലീറ്റ്ലി അത് ആദ്യം കേട്ട് തീർക്കണം. അതിന് ശേഷം, കാരണം എല്ലാവർക്കും വെന്റിലേറ്റ് ചെയ്യണ്ടേ. നമ്മളെ വൈഫാണ് നമ്മോട് ഇങ്ങനെ വെന്റിലേറ്റ് ചെയ്യണത്, കംപ്ലീറ്റ് കേൾക്കുന്നത്. എവിടെയും ക്ലാസ് 7 മണി 9 മണി 9 കഴിഞ്ഞ് 9:45, പിന്നെ ഇവിടുത്തെ 10 മണി കുട്ടികളെ കാണണ്ടേ. കുട്ടികൾക്ക് നിങ്ങൾ അറിയോ, ഇനിയിപ്പോൾ വെള്ളിയാഴ്ച നിങ്ങൾ എറണാകുളം പോകും, അപ്പൊ ശനിയാഴ്ച അത് കഴിഞ്ഞ് ഞായറാഴ്ച, വെള്ളി ശനി ഞായർ നിങ്ങൾ അവിടെ എത്തി, പിന്നെ എങ്ങനെയാണ് എപ്പോഴാണ് കുട്ടികളെ കാണാന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. വേറെ നിവൃത്തിയൊന്നുമില്ല, കംപ്ലീറ്റ് കേൾക്കണം. നാളെ ബന്ധാണെന്നുള്ള സമാധാനം മാത്രമുള്ളത്. അപ്പൊ നാളെ എന്താക്കുക, അവരുടെ കൂടെ എൻജോയ് ചെയ്യാനുള്ള വൈകുന്നേരം വരിക, സ്പേസ് കണ്ടെത്താം. നാളത്തെ കൺസൾട്ടേഷൻ കൊണ്ട് ക്യാൻസൽ ചെയ്താൽ റിലാക്സ്ഡ്. ക്ലിയർ? RBIക്കാർക്ക് ബന്ധമില്ലേ നാളെ? ഇല്ല, പോണം. ആ മുഖത്തൊരു പുഞ്ചിരി കണ്ടില്ല, അതാണ് ചോദിച്ചത്. ഇന്ന് വൈകിട്ട് ഭയങ്കര എണ്ണായി വരും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒന്നും നടന്നില്ല. വരാത്തവർക്ക് ലീവായി പോകും. പക്ഷെ നെഗോഷ്യബിൾ മിനിസ്റ്ററബിൾ ആക്ടില്, NI ആക്ടില് നമുക്ക് ബന്ദ് ഉണ്ടാവും എന്ന് പറയുന്നു. പക്ഷെ അത് വന്നില്ല. ഫൈനലി ഓർഡർ വന്നത് വരാൻ പറ്റുന്നവർ വരിക,
ഡ്യൂട്ടി ആവും. വരാൻ പറ്റാത്തവർക്ക് സ്വന്തം ലീവ് എടുക്കുക. അത് എന്റെ പ്രിൻസിപ്പളാണ് അവിടെ ഉള്ളത്. ഭയങ്കര ആ വാക്കിയാണ്. ഏതാണ്ട് അതുപോലെ സത്യമായിട്ടും അത്ര എന്റെ പ്രാഗിച്ച എന്റെ ഞാനിവിടെ എന്റെ പ്രിൻസിപ്പളിന്റെ മെസ്സേജ് എന്താ വെച്ചാല്, നാളെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ടെങ്കിൽ ക്ലാസ് ഉണ്ടാവും. പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട്, പബ്ലിക് KSRTC ഉണ്ടെങ്കിൽ, ഈ മലപ്പുറത്തൊക്കെ എത്ര KSRTC ഉണ്ട്? ആകെ എണ്ണാവട്ടെ. ഇവിടുന്ന് 5 കിലോമീറ്റർ ഉള്ളൂ, അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ടാകുക മീൻസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സാറ് പറഞ്ഞു ഇല്ലെങ്കിൽ മറ്റൊരു ദിവസം കോമ്പൻസേറ്റ് ചെയ്യാം. ഈ മറ്റൊരു ദിവസം കോമ്പൻസേറ്റ് വല്ല ശനിയാഴ്ചയായിരിക്കും വരിക. അതെ. ആകെ ഉള്ള ഒരു ശനി ഞായർ. അപ്പൊ അങ്ങനെ. പിന്നെ നാഷണൽ സെമിനാറിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. വരാൻ കഴിയുന്ന ആളുകളൊക്കെ ജസ്റ്റ് ഒന്ന് വരൂ. അവിടെ ആകെ 100-200 ഉള്ളൂ രജിസ്ട്രേഷൻ. ഭയങ്കര കുറവ്. ഫുഡിന്റെ പൈസ മാത്രമേ വാങ്ങുന്നുള്ളൂ. നിങ്ങൾ ഒരു ദിവസം വന്നിട്ട് ക്ലാസ് ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് ഫസ്റ്റ് ഡേ ഒക്കെ ഒന്ന് AC ഹാളിലൊക്കെ ഒന്ന് ഇരുന്ന് ആശ്വാസം പോലെ തിരിച്ച് നിങ്ങൾ ഗ്യാങ് ആയിട്ട് വരികയാണെങ്കിൽ അത് രസമായിട്ട് പോവുകയും ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേപ്പർ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ വിൽ ഹെൽപ്പ് യു. റിസ്ക് ഒന്നുമില്ല. എന്താ യാസർ ഭായി, നമുക്ക് നമ്മള് ചെയ്ത നഷ്ടപ്പെടുന്ന ഒരു പേപ്പർ ആവണ്ടേ സർ? അതിനുള്ള ചില്ലറ ഈ കോഴ്സ് ഇപ്പൊ ചെയ്യണ്ടായിരുന്നു എന്നാ തോന്നുന്നത്. സർ പേപ്പർ പ്രസന്റിംഗ് തന്നെ എങ്ങനെയാ? നമ്മൾ ചെയ്ത പേപ്പർ അല്ലേ അതോ ഏതെങ്കിലും മതിയോ? അല്ല, നമ്മള് ചെയ്താലേ നമ്മള് പേപ്പർ പ്രസ് ചെയ്യേണ്ടി പ്രസന്റ് വരും. ചെയ്യാൻ. ഏതെങ്കിലും ഒരു സബ്ജക്ട് നമ്മൾ തിരഞ്ഞെടുക്കുക, അവര് തരുന്നതല്ലോ. അങ്ങനെയല്ല, റിലേറ്റഡ് തന്നെ ആവണോ? അപ്രൂവൽ വാങ്ങിക്കേണ്ടി വരില്ലേ സാർ? ഇതിന്റെ പോലും approval വാങ്ങേണ്ടി വേണ്ടി വരില്ല, വരില്ലേ? ആശയം പറഞ്ഞു കൊടുക്കേണ്ടി ഏതിന്റെ? വരില്ല അവർക്ക് ആദ്യം. പേപ്പർ നമ്മള് ചെയ്തത് ആവില്ലേ? നിങ്ങൾ അല്ല, ചെയ്ത സാധനം അവിടെ ഇപ്പൊ ഉള്ള നടക്കുന്നത് AI ബേസ് ചെയ്ത സംഭവമാണ്. സെമിനാർ സ്റ്റൈലിൽ സെമിനാർ പേപ്പർ പ്രസന്റേഷൻ അത് ഈസിയാണ് സംഭവം. നമുക്ക് സെമിനാർ സ്റ്റൈലല്ല. ഈ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തരം പേപ്പർ പ്രസന്റേഷൻസ് ഉണ്ട്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പേപ്പർ പ്രസന്റേഷൻ. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് 2020 മുതൽ 25 വരെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ 25 കംപ്ലീറ്റ്ലി ഒന്ന് അരിച്ചു പെറുക്കിയിട്ട് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ ആൾക്കാരുടെ പിന്നെ കൺക്ലൂഷൻസ് എല്ലാം കൂടി ഒരുമിച്ച് പ്രസന്റ് ചെയ്താൽ അത് പേപ്പറാണ്. അല്ല, നിങ്ങളൊരു വിഷയത്തില് പിന്നെ മാത്രം സ്റ്റിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് റിസർച്ച് നടത്തുകയാണെങ്കിൽ അത് ചെറിയ റിസർച്ച് ആയ പേപ്പറാണ്. ഇവിടെ ഷൈനിയൊക്കെ എന്റെ പുലികളൊക്കെ ഇവിടെ. ഷായില, പേപ്പർ പ്രസന്റേഷൻസിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞു കൊടുക്ക്. പറയുന്നല്ല, പറഞ്ഞു കൊടുക്കൂ. പേപ്പർ പ്രസന്റേഷൻ എന്താണ് പേപ്പർ, എന്തെല്ലാം തരം പേപ്പേഴ്സ് ഉണ്ട്, എന്തെല്ലാം അങ്ങനെയൊക്കെ. നമുക്ക് റിവ്യൂ പേപ്പർ സബ്മിറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മളൊരു വർക്ക് തന്നെ പ്രസന്റ് ചെയ്യാം. അങ്ങനെ 2 രീതിയിലല്ലേ നമ്മൾ ചെയ്യാറ്. മെയിൻ ആയിട്ട് റിവ്യൂ എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ ചെയ്ത വർക്കുകൾ ഉണ്ടാവും. അതൊക്കെ ഫുള്ളി നമ്മൾ ഒരുപാട് സമയം എടുത്ത് വായിച്ചിട്ട് നമ്മളേതായിട്ടുള്ള ഒരു കൺക്ലൂഷനും അതിന്റെ ഒരു അനാലിസിസ് പ്രസന്റ് ചെയ്യാം. ഇല്ലെങ്കിൽ സ്വന്തം ഫൈൻഡിങ്സ് നമ്മൾ റിസർച്ച് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പാർട്ടായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാം. നമ്മൾ സയൻസിൽ അങ്ങനെയാണ് ചെയ്യാറ്. ആ EMA നമ്മൾ പ്രസന്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പ്. ഇപ്പൊ ഒന്ന് കഴിഞ്ഞില്ല, ഇൻസൈറ്റ് കുറച്ച് മുമ്പ്. അതെ. എന്റെ അൽമാ മാറ്റർ ആണ് EMA. ഞാൻ സ്റ്റുഡന്റ് ആണ് EMA. തന്നെ ഇത്തരം സെമിനാറുകളുടെ പിന്നെ എന്താ പറയാ, ഒരു ക്രിയേഷൻ തന്നെ ഒരു പേപ്പറായിട്ട് അവതരിപ്പിക്കാം. എനിക്ക് സാറൊക്കെ എനിക്ക് തോന്നുന്നു പിന്നെ ഞെട്ടിക്കണം എന്ന് തോന്നി. സാറിനില്ലേ അവിടെ? സാറിന് എന്തായിരിക്കും? ഞാൻ അതിന്റെ ഓർഗനൈസർ. സാറിന് പ്രസന്റേഷൻ ഉണ്ടാവില്ലല്ലോ. സാറിന് ഓർഗനൈസർ എന്നാണ് സർട്ടിഫിക്കറ്റ് എഴുതി വാങ്ങാനോ, അതൊക്കും മേലെയാണല്ലോ പ്രസന്റേഷൻ. അങ്ങനെയല്ല, സാറിന്റെ ഒരു ഞെട്ടിക്കൽ പേപ്പറുകളിൽ. ഇതിൽ എന്ത് ഞെട്ടിക്കൽ? ഈ സെമിനാർ പേപ്പർ പ്രസന്റേഷൻ പറഞ്ഞാലേ നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല ഉണ്ടാവും. നമ്മള് പേപ്പർ പ്രസന്റേഷൻ ഞെട്ടിക്കലും അവിടെ ഉണ്ടാവില്ല. നമ്മൾ ചിലപ്പോ ഏതെങ്കിലും അവതരിപ്പിക്കുന്നു എന്നുള്ളതല്ലോ. അവിടെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ പ്രസന്റ് ചെയ്യുന്നില്ല. അപ്പൊ എന്നോട് പറഞ്ഞത്, ദയവ് ചെയ്ത് നീ എങ്ങാനും ചെയറായിട്ട് ഇരിക്കുകയാണെങ്കിൽ മിണ്ടാതെ ഒരു ഭാഗത്ത് ഇരുന്നോളാം, അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ച് ഞങ്ങളെ ബുദ്ധിമുട്ടാക്കരുത്. ഉണ്ടാവോ ചെയറായിട്ട് ഇരിക്കുവോ? ചെയറായിട്ട് ചിലപ്പോൾ ചില എണ്ണങ്ങൾ കൂടുന്നതനുസരിച്ച് 30 പേരാണ് ഇപ്പൊ പേപ്പർ പ്രസന്റ് ചെയ്യാനുള്ളത് ഇപ്പത്തെ കണക്കില്. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ഏരിയയിലേക്ക് ഒരു പേപ്പർ സ്റ്റുഡൻസ് വന്ന സാറിന് ചോദ്യം ചോദിക്കാൻ 10 മിനിറ്റ് അല്ലേ? 10 മിനിറ്റ് ആയിരിക്കും മാക്സിമം. 10 മിനിറ്റ് തീരും. കാരണം നമുക്ക് എന്താ വെച്ചാൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ AI എന്ന് പറയുന്ന വിഷയമാണ് അവിടെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്ന പേപ്പർ ക്രിയേറ്റ് ചെയ്യാണ്.
ഇപ്പോൾ നമ്മൾ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ മാനേജ് ചെയ്യാൻ AI ടെക്നിക്സ് AIന് യൂസ് ചെയ്യുന്ന ഒന്ന് രണ്ട് ടൂളുകളുണ്ട്. ആ ടൂളിനെ കുറിച്ച് എത്രത്തോളം അവയർനെസ് ഉണ്ട് രക്ഷിതാക്കളിൽ. അപ്പൊ നിങ്ങൾ കുറച്ച് സാമ്പിൾസ് എടുക്കുന്നു, ഒരു 30 സാമ്പിളോ 30 അല്ലെങ്കിൽ 50 സാമ്പിൾസ് നിങ്ങൾ കളക്ട് ചെയ്യുന്നു, അവർക്ക് ഒരു ക്വസ്റ്റ്യനെയർ കൊടുക്കുന്നു. ആ ക്വസ്റ്റ്യനെയറിന് നിങ്ങൾ ഡാറ്റ കളക്ട് ചെയ്തിട്ട് ഒരു 25 ഒരു 30 ജെൻസ് മെയിലിനെയും 30 ഫീമെയിലിനെയും നിങ്ങൾ കണക്ട് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് അവർക്ക് ആ ക്വസ്റ്റ്യനെയർ കൊടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ്റെ ഡാറ്റ നിങ്ങൾ കിട്ടുന്നു. അപ്പൊ നമുക്ക് അതിൽ മനസ്സിലാക്കുക എത്രത്തോളം അവയർനെസ് ഇതിലുണ്ട് ഇല്ല എന്നുള്ളത്. ഓക്കെ, ഏതെല്ലാം വിഷയങ്ങളുടെ അവയർനെസ് ഉണ്ട് നമുക്കൊരു സാധനം മനസ്സിലാവും. എന്നാൽ ആ ഡാറ്റനെ നമ്മൾ എടുത്തിട്ട് നേരെ SPSS-ലോ ഏതെങ്കിലും സോഫ്റ്റ്വെയർസ് ഉണ്ട് അതിൽ വെച്ചിട്ട് അതിനെ ഒന്ന് അനലൈസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ എന്തായി? പേപ്പറായി. ഇപ്പോഴാണെങ്കിൽ ഒരു പെയ്ഡ് വേർഷൻ ChatGPT ഉണ്ടെങ്കിൽ 5 മിനിറ്റ് സാറേ, കൊണ്ട് പ്രസന്റേഷൻ ഇല്ലാതെ അബ്സ്ട്രാക്ട് പബ്ലിക്കേഷൻ ഉള്ളി ഉണ്ടോ? എങ്ങനെ അബ്സ്ട്രാക്ട് പബ്ലിക്കേഷൻ ഉണ്ടോ? ISBN ഉണ്ടോ? പബ്ലിക്കേഷൻ ഉണ്ട് എന്നാ പ്രിൻസിപ്പൾ പറയുന്നത്. പ്രസന്റ് ചെയ്തവർക്ക് മാത്രമേ കിട്ടുള്ളൂ. പ്രസന്റ് 2 ചെയ്യാ രീതിയിൽ ചെയ്യാറുണ്ട്. അതായത് നമ്മളൊരു അബ്സ്ട്രാക്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പബ്ലിക്കേഷൻ നമ്മൾ രജിസ്ട്രേഷൻ ഫീ അടച്ചാൽ നിങ്ങളുടെ ISBN പബ്ലിഷ് ചെയ്ത് തരാം. അല്ലെങ്കിൽ പ്രസന്റ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ISBN പബ്ലിക്കേഷൻ പ്ലസ് പ്രസന്റേഷൻ സർട്ടിഫിക്കറ്റ്, അങ്ങനെ 2 ഓപ്ഷൻ ഉണ്ടാവാറുണ്ട്. പ്രസന്റേഷൻ സർട്ടിഫിക്കറ്റ് എന്തായാലും തരും ഉണ്ടല്ലോ. പിന്നെ അങ്ങോട്ട് പറഞ്ഞാൽ ISBN കണക്ട് ചെയ്യണം എന്നൊക്കെ സാറ് പറയുന്നുണ്ടായിരുന്നു, പബ്ലിക്കേഷൻ ചെയ്യണം എന്നൊക്കെ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് തന്ന ക്വാളിറ്റി പോരാന്നൊക്കെ പറഞ്ഞ് മുമ്പരോട് പിടിച്ചു വെച്ചു. അത്ര ക്വാളിറ്റി പോരാ പേപ്പറിന്, അതുപോലെ എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാ വർഷവും ഉണ്ടോ സർ ഈ ഒരു നാഷണൽ സെമിനാർ? നമ്മളെല്ലാ വർഷവും നടത്താറുണ്ട്. അല്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഇയറിലേക്ക് പ്രിപ്പയർ ചെയ്യാറുണ്ടോ? ഡെഫിനറ്റ്ലി നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? എനിക്ക് തോന്നുന്നു നമ്മളെ ബാച്ചിൽ എല്ലാവരും ഓരോ പേപ്പർ പ്രസന്റ് ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് ഇച്ചിരി ക്യുക്കായി പോയി, ഇതുവരെ പറയലും എല്ലാം കൂടി. അടുത്ത പ്രാവശ്യം നമുക്ക് ഉണ്ടാക്കാം. അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ഈ നാഷണൽ സെമിനാർ ചാർജ് എനിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മുഴുവൻ പേര് നമ്മൾ പ്രസന്റ് ചെയ്യും. സർ പ്രസന്റേഷൻ PPT ഒക്കെ വെച്ചിട്ടാ പ്രസന്റ് ചെയ്യാം? അതെ PPT ഒക്കെ വെച്ചിട്ട് ഞാൻ ഏറ്റവും സിമ്പിളായ ഭാഷയിൽ പറഞ്ഞ ഇന്ന വിഷയത്തിലാണ് പഠനം നടത്തുന്നത്, ഇതാണ് ഒബ്ജക്റ്റീവ്, എൻ്റെ ഹൈപ്പോത്തിസിസ് ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഞാൻ ഇത്ര സാമ്പിൾസ് ആണ് എടുത്തത്, സാമ്പിൾസിൽ നിന്ന് എനിക്ക് ഇന്ന ഡാറ്റയാണ് എനിക്ക് കിട്ടിയത്, റിസൾട്ട് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ചെറിയ രൂപത്തിൽ ഈസി വേ. അത് ഒരു മലയാളത്തിൽ പ്രസന്റ് ചെയ്യണോ അതോ ഇംഗ്ലീഷിൽ പ്രസന്റ് ചെയ്യണോ? ഇംഗ്ലീഷല്ലേ ഈസി, ഇനി മലയാളത്തിലാണ് തോന്നുന്നതെന്നാണെങ്കിൽ മലയാളത്തിലും ആക്കാം. പക്ഷെ അല്ല, നാഷണൽ സെമിനാർ ആയതുകൊണ്ട് ഇംഗ്ലീഷിൽ വേണം അല്ലേ? അതാണ് എൻ്റെ ഗുഡ്. ഈ നാഷണൽ സെമിനാർ എന്ന് പറയാൻ കാരണം കേരളത്തിന് പുറത്തുനിന്നുള്ള ഫാക്കൽറ്റീസ് അവിടെ ജോയിൻ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഈ നാഷണൽ സെമിനാർ എന്ന് പറയുന്നത്. ഇനിയിപ്പം നമുക്ക് ഇന്റർനാഷണൽ സെമിനാർ ഒക്കെ നടത്താം യൂണിവേഴ്സൽ അക്കാദമിന്റെ കീഴിൽ. കാരണം പുറത്ത് ഫുൾ അബ്രോഡുള്ള ആൾക്കാർ, അബ്രോഡ് ഫാക്കൽറ്റീസിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസിയാണ് നമുക്ക് നടത്താൻ. ഫാക്കൽറ്റി ഇന്റർനാഷണൽ കണക്ട് ചെയ്താൽ മതി. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മളെല്ലാവരും കൂടി പ്ലാൻ ചെയ്യാണ് ഒരു ഇന്റർനാഷണൽ സെമിനാർ ഓർഗനൈസ് ചെയ്യണം. റിസ്ക് ഒന്നുമില്ല. നമ്മൾ തൊട്ടടുത്തുള്ള 3-4 കോളേജുമായിട്ട് കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫറൂഖ് കോളേജ് അല്ലെങ്കിൽ കോളേജ് കണക്ട് ചെയ്യുന്നു, സെമിനാർ നടത്താൻ പ്ലാൻ ചെയ്യുന്നു, അബ്രോഡ് നാളെ കണക്ട് ചെയ്യുന്നു. ഇപ്പം AI ബേസ് ചെയ്തെടുക്കാൻ ശരിക്കും ഇന്റർനാഷണൽ ആക്കാം. എൻ്റെ സുഹൃത്തുണ്ട് നമ്മുടെ ദുബായ് യൂണിവേഴ്സിറ്റിയിൽ, നമ്മുടെ ഫ്രണ്ട് ഉണ്ട്, മൂപ്പര് AI ടെക്കാണ്. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് മൂപ്പര് പ്രസന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെമിനാറിന്റെ പാറ്റേൺ തന്നെ മാറും, ഇന്റർനാഷണൽ പ്രസന്റേഷൻസ് ആയി മാറും. റിസ്ക് ഒന്നുമില്ല. പക്ഷെ അവരെ ഓൺലൈനിൽ കണക്ട് ചെയ്താൽ മതി, അവർ ഓഫ്ലൈൻ വരണമെന്നില്ല. അവർ ഓൺലൈനിൽ സ്ക്രീനിൽ ബിഗ് സ്ക്രീനിൽ വരുന്നാൽ മതി. അപ്പൊ അങ്ങനെ നടത്താൻ പോകുമ്പോൾ ഓർഗനൈസിംഗ് ടീം ചാർജ് സിറാജ് മാട്ടിൽ, അഡ്വർടൈസ്മെന്റ് ഏരിയ യാസർ, പിന്നാണ്ട് ഇരുന്ന് അല്ല സംഭവം പൊളിക്കും. നമുക്ക് ഒരു 10, 20, 30 പേപ്പർ പ്രസന്റ് ചെയ്യാനോ സംഭവം നടത്തിക്കാനോ ഒന്നും റിസ്ക് ഉള്ള കേസൊന്നുമല്ല. പേപ്പർ അവതരണം അല്ലെങ്കിൽ ഓർഗനൈസിങ് എന്നൊക്കെ പറയുന്നതിന്റെ നേരെ ഈസ് ഈക്വൽ ടു യാസിർ PT എന്നാണ്. അല്ല, പേപ്പർ എല്ലാവരും ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ തരാം. പേപ്പർ എല്ലാവരും നമുക്ക് പ്രസന്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നതാണ്. അപ്പൊ ഞാൻ ഇന്നത്തെ സെഷൻ ഒന്ന് കൺക്ലൂഡ് ചെയ്യട്ടോ. നമുക്ക് ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, തെറാപ്പി അടുത്ത സെഷൻ ചെയ്യാം. ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ. നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഒരു വിഷമ പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്തൊരു വേ മാത്രം പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒന്ന്, നമുക്ക് അവരോട് ഡയറക്റ്റ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർക്കൊരു ഫ്ലോ കുറയും എന്ന് പ്രതീക്ഷ ഉണ്ടെങ്കിൽ
എനിക്ക് ഇങ്ങനെ നേരിട്ട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളൊരു കൗച്ചിൽ ഇരുത്തിയിട്ട് ഒന്ന് ചെറിയ റിലാക്സേഷൻ കൊടുത്തിട്ട് നിങ്ങൾ പ്രസന്റ് കംപ്ലീറ്റ് ഒക്കെ എടുത്തെന്ന് വിചാരിക്കുക, കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നേരിട്ട് പറഞ്ഞു. അതിനുശേഷം ഒന്ന് ഇരുത്തിയിട്ട് അവരുടെ പാസ്റ്റിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ സാഹചര്യത്തിലേക്കൊക്കെ ഒന്നുകൂടി അതിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങളെ കണ്ണടച്ച് ഇരുത്തിയിട്ട് ഇങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിച്ചതിന് ശേഷം നിങ്ങളെ മനസ്സിലേക്ക് വരുന്ന നിങ്ങളെ കുട്ടിക്കാരെന്ന് പറയും, എങ്ങനെയായിരുന്നു അങ്ങനെയൊക്കെ കാര്യങ്ങൾ വീട്ടിലോ, അച്ഛൻ, അമ്മ, അങ്ങനെ അങ്ങനെ ഓരോന്നിങ്ങനെ ക്ലൂട്ട്. അപ്പൊ അവരുടെ മുഖമൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ അങ്ങനെ ആകുമ്പോൾ അവരുള്ളിലുള്ള പൊട്ടാളെ കാരണം പട്ട ഇങ്ങനെ വരും. പിന്നെ ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം എന്താണ്? ഹസ്ബൻഡ് എങ്ങനെയാണ്, അപ്പൊ ഹസ്ബൻഡ് എങ്ങനെയാണ് പെരുമാറുന്നത്, അപ്പൊ നമുക്ക് ഭയങ്കര വിഷമം. നമ്മൾ പാരാഫ്രൈസിങ് ടെക്നിക്സ് ഒക്കെ ഇല്ലേ, അങ്ങനെ നേരിട്ട് പറയുന്നതിന് പകരം അവരെ കണ്ണടപ്പിച്ച് റിലാക്സ് ചെയ്ത് ഇരുത്തിയിട്ട് നിങ്ങൾ ചെയ്യിച്ചു നോക്ക്. നിങ്ങൾക്ക് ഭയങ്കര റിസൾട്ട് ഫീൽ ചെയ്യും. അവർക്ക് ഒരുപാട് പറയാൻ സാധിക്കും. കാരണം നിങ്ങൾ തുറന്നിരിക്കുമ്പോൾ പലപ്പോഴും പല റെസിസ്റ്റൻസ് നിങ്ങളെ മുമ്പിൽ വരും. when you closes your eyes, നിങ്ങളെ ഹൃദയങ്ങൾ തുറക്കും. അതുകൊണ്ടാണ് രാത്രികാലങ്ങളിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ സുഹൃത്തുക്കളോട് നമ്മൾ അറിയാതെ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അല്ലെ. ഭയങ്കര വെളിച്ചുള്ള റൂമിൽ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഷെയർ ചെയ്യുക വൈകുന്നേരം കഫ്റ്റീരിയകൾ, ആ ഒരു ലൈറ്റ് കുറച്ച് കുറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിലേക്ക് നമുക്ക് കൂടുതൽ ഓപ്പണിങ്ങിലേക്ക് നമുക്ക് ഫീൽ ചെയ്യാം അല്ലേ എന്ന പോലെ. അപ്പൊ നിങ്ങൾ അടുത്ത ക്ലാസ്സിന് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു ടാസ്ക് തരികയാണ്. ഇനി എല്ലാ ക്ലാസ്സിനും ഞാൻ ഒരു ടാസ്ക് വരും, അത് നിങ്ങൾ ചെയ്തിട്ട് വേണം വരാൻ. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്തിനെ ഇതുപോലെ, കുട്ടികളെ, മക്കളെ, ഏതെങ്കിലും ഒരാളെ ഇതുപോലെ ഒന്ന് ഇരുത്തുക. ഓക്കെ, എനിക്കറിയാം നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് കഴിഞ്ഞതിന്റെ റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യാണ്ട് ഡെഡ് ലൈനും ഡേറ്റും ഒക്കെ ടക്ക് തന്നെ തരും. അത് ഫുള്ളാക്കാനുണ്ടായിരിക്കും. അതിന്റെ ഫ്രണ്ട് പേജസ് ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. ബാക്കി ഡാറ്റ കേസ് ടേക്കിംഗ് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരിക്കും എന്നൊക്കെ എനിക്കറിയാം. കൂടി ഇതൊന്നും ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ, നിങ്ങൾ ചെയ്യുന്നതിന്റെ ഒരു ഫോട്ടോ ആളെ കാണണ്ട. നിങ്ങൾ ചെയ്യുന്നൊരു ഫോട്ടോ ഉണ്ടാവല്ലേ, ജസ്റ്റ് ഒന്ന് എടുക്കുക. നിങ്ങളതിൽ കാണും, നിങ്ങളെ ക്ലയന്റിന്റെ ബാക്ക് സൈഡും കാണും. ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ബാക്കും കാണും. നിങ്ങൾ തെറാപ്പി ചെയ്യുന്ന ഒരു ഫോട്ടോ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഹൗ ഡിഡ് യു ഫീൽ എന്നും കൂടി നിങ്ങൾ പറഞ്ഞു. ക്ലിയർ ആണോ? ജസ്റ്റ് റിലാക്സ് ചെയ്യിപ്പിക്കുക, ഇതുപോലെ അവരുടെ പിന്നെ ചൈൽഡ്ഹുഡും ജസ്റ്റ് പറയിപ്പിക്കുക. ഇനിയിപ്പോ അയാൾക്ക് ഒരു കുഴപ്പമില്ലാത്ത ആളെ ചേർക്കി കുട്ടിക്കാലം പറയിപ്പിക്കാം, സ്കൂള് പറയിപ്പിക്കാം, പേഴ്സണൽ ലൈഫ് പറയിപ്പിക്കാം. അങ്ങനെ ഓരോരോ ഏരിയകൾ ഇങ്ങനെ ഒരു രസകരമായിട്ടൊരു ഗെയിം പോലെ ചെയ്താൽ മതി. കൗൺസിലിംഗ് ഒന്നും പറയണ്ട, രസമായിട്ട് ഇത് ചെയ്തല്ലോ. നമുക്ക് നോക്കാം ഹൗ യു ഫീൽ. ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഇനി എന്തെങ്കിലും വിഷമങ്ങൾ നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ആ വിഷമങ്ങൾ പൂർണ്ണമായും നീ 3 ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തോട്ട് പോകുന്നതോടുകൂടി ആ വിഷമത്തിന്റെ ആഴവും കാഠിന്യമൊക്കെ കുറഞ്ഞ് നിന്റെ മനസ്സ് പൂർണ്ണമായി റിലാക്സ് ആയിരിക്കും എന്ന് പറയാം. എന്നിട്ട് ഒരു 3 പ്രാവശ്യം ആക്കണ്ട, 10 പ്രാവശ്യം, 10 മുതൽ 1 വരെ എണ്ണുന്നവരെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ പറയാം പൂർണ്ണമായും മനസ്സ് ഇപ്പൊ റിലാക്സ്ഡ് ആയിട്ടുണ്ട്. ഓപ്പൺ യുവർ ഐസ്. ക്ലിയർ? ഇനി ആരെങ്കിലും കരഞ്ഞാൽ, പൊട്ടി കരഞ്ഞാൽ ബേജാറാണ്ടാണ് കഴിഞ്ഞ് തീർന്നോളൂ. ആരെങ്കിലും അമ്മേ അച്ഛാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും കുറച്ചേരം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി റിലാക്സ് ആ സമയത്ത് സാർ ഇറ്റ്സ് യുവർ ഇമോഷൻ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ നമ്മൾ അവരോട്? ഇറ്റ്സ് ഓക്കെ, ഒന്നും പറയരുത്. നമ്മൾ പ്രത്യേകിച്ച് ഇറ്റ്സ് യുവർ ഇമോഷൻ, ഇറ്റ്സ് യുവർ ഓക്കെ ഒന്നും പറയേണ്ട കാര്യമ്പോൾ ജസ്റ്റ് ലെറ്റ് ദം അങ്ങനെ പോയിക്കോളും. നമുക്ക് അറിയുന്ന ആളാണെങ്കിൽ നമുക്ക് ഷോൾഡറിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ നല്ല പാമ്പർ ചെയ്ത് കൊടുക്കാം. ചില ആൾക്കാർ എനിക്കിതൊന്നും തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് ടേക്ക് ദ ടൈം, കുറച്ചും കൂടി സമയമെടുത്ത് മെല്ലെ ഇങ്ങനെ പോയാൽ മതി. ആദ്യം രസകരമായ കുറെ കാഴ്ചകളിലേക്ക് കൊണ്ടിട്ട് പിന്നെ ഇങ്ങനെ ഭയങ്കര രസമായിരിക്കും, ഭയങ്കര ഫീൽ ചെയ്യും. അപ്പൊ കാരണം എന്താ അറിയോ, ഇനി നിങ്ങൾ ചെയ്യേണ്ട എല്ലാ സെഷൻസിലും നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. റിലാക്സേഷൻ JPMR ചെയ്യിപ്പിക്കണം. ഈ സംഭവം മിനിമം നിങ്ങൾ ടാർഗറ്റ് വെക്കേണ്ടത് ഒരാളല്ല, മിനിമം 10 ആളെ ടാർഗറ്റ് വെക്കണം. ഞങ്ങൾക്ക് കരച്ചിൽ വന്നാലോ? നിമ്മിനെ കണ്ടിട്ട് ഇപ്പൊ തന്നെ കരയുന്നുണ്ടോ? അതിനെന്താ ഗുണമെന്ന് വെച്ചാലേ അവര് കണ്ണടച്ച് കിടക്കോ. അപ്പൊ നിങ്ങൾക്ക് കരച്ചിൽ വന്നാലും എന്തൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ അർത്ഥം. നിങ്ങൾ കണ്ണ് അടച്ചല്ലേ, അവര് കണ്ണ് അടച്ചല്ലേ എടുക്കുന്നേ. പിന്നെ അവരെ ബാക്കിലുമാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾ കരയുന്ന ശബ്ദം അവർ കേൾക്കാന്നാ മതി, ഇത് കേൾക്കാന്നാ മതി.
അല്ല അവരുടെ ഫ്രണ്ടിൽ പറയാതെ ഞങ്ങളെ കൂട്ടത്തിൽ ആരുടെടുത്തെങ്കിലും ഇത് പോയി പറയാമോ? എല്ലാം എങ്ങനെ ഈ വിഷമം പോയി പറയാൻ പറ്റുമോ ഇനി ഞങ്ങളെ കൂട്ടത്തിൽ ആരുടെടുത്തെങ്കിലുവേ? പറയാലോ. നമുക്ക് നമ്മുടെ ഏറ്റവും സത്യത്തിലേ നമ്മളെ അറിയുന്ന ആൾക്കാരോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലതെന്നുള്ള എന്റെ ഒരു അഭിപ്രായം. കാരണം ആളുടെ വിഷമം കേട്ടിട്ട് ഞങ്ങൾക്ക് വിഷമമായെങ്കിൽ ഞങ്ങൾക്ക് ഓൾറെഡി ഇതാവുമല്ലോ, ഹെവിനെസ് നമുക്ക് ഇത് തോന്നും. വെന്റിലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കാൻ നിർബന്ധമാണ്. വെന്റിലേഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ അതെന്താ ആൾക്കാരുടെ ആരുടെ നമ്മളെ അടുത്ത് ഒരു സാധനം കൂടെ ഇറക്കി വെക്കാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ തലയിച്ച് ചുമക്കല്ല. ഓരത് ഇറക്കി വെച്ചു എന്നുള്ള സന്തോഷം നമുക്ക് വേണ്ടേ. ഓരോ കരച്ചിലും ഒരു കരയുമ്പോഴും ഹീസ് ഗെറ്റിംഗ് ക്യൂർ ഓർ ഹീസ് ഹീലിംഗ് എന്നുള്ള കോൺഫിഡൻസിൽ നമുക്ക് വരട്ടെ. പക്ഷെ ഞങ്ങളുടെ തലയിലായിരിക്കും ചിലപ്പോ ഇറക്കി വെക്കുന്നെങ്കിൽ നമ്മള് ഹെവി ആവും. പലപ്പോഴും പ്രശ്നം വരിക അത് നമ്മളെ റിലേറ്റ് ചെയ്യുമ്പോഴാണ് ഉം. ആ പ്രശ്നം. ഇത് എന്നെ തന്നെയാണ്, എന്നെ മാത്രമാണ് എന്നുദ്ദേശിച്ച പ്രശ്നം. കാരണം നമുക്ക് അറിയില്ലല്ലോ അവരുടെ പ്രശ്നങ്ങള് എങ്ങനെയാണ്, നമ്മൾ കണക്റ്റഡ് അപ്പൊ ഈ ആവോ. ആദ്യം ഒന്ന് ഒരാളെ പിടിച്ച് ഇരുത്തിയിട്ട് ചെയ്തു നോക്ക്. ഡോണ്ട് വെറി അബൌട്ട് ദ ഫ്യൂച്ചർ, ബി ഇൻ ദ പ്രസന്റ് ആൻഡ് സ്റ്റാർട്ട് കണ്ടിന്യൂയിങ് യുവർ ട്രെയിനിങ് നൗ. അല്ല സാർ, എന്റെ അടുത്ത് വിഷമം ആരെങ്കിലും പറയാറുണ്ട്, അപ്പൊ എനിക്ക് വിഷമം തോന്നാറുണ്ട്. ഇത് വിഷമം ഓൾറെഡി തോന്നിക്കോട്ടെ, കുറച്ച് കഴിയുമ്പോൾ മനസ്സിൽ കട്ടിയായിട്ട് വരും. കട്ടിയല്ല, സിറ്റുവേഷൻസിനെ മാനേജ് ചെയ്യാൻ നീ പോലും വരാതെ നീ പഠിക്കും. നല്ല ഹാപ്പിയോ. ഒരാൾ കരയുന്നത് കണ്ടാൽ കൗൺസിലർക്ക് ഹാപ്പിനെസ്സാ വരിക. വൈ? അയ്യോ ഇമോഷൻ വെന്റ് ഔട്ട് ബേസ്റ്റ് ആവുന്നു. ഔട്ട് ആവുകയാണ്. അയാൾ ഹീലായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓ മൈ ഗോഡ്, താങ്ക് യു. അതാണ് സാർ, ഞാൻ അന്ന് ആ ബാലിയുടെ ഒരു ഇതിട്ടല്ലേ, അവരത് ബേസ്റ്റ് ഔട്ട് ആവാൻ വേണ്ടി കരയാണ് ചെയ്യുന്നത്. ഞാൻ അതിന്റെ വീഡിയോ എടുത്ത് നോക്കിയപ്പോ ആക്ച്വലി അത് കണ്ടു കഴിഞ്ഞപ്പോ അതുപോലെ ചെയ്യണമെന്നൊക്കെ തോന്നി. കാരണം അത് കാണുമ്പോ തന്നെ ഭയങ്കര റിലാക്സേഷൻ പോലത്തെ ഒരു തെറാപ്പിയാണ്. സാർ, എന്താ അപ്പൊ ഡീറ്റെയിൽ നിമ്മി എനിക്ക് അറിയത്തില്ല. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിമ്മിന്റെ ഉള്ളിലുള്ളത് വാം ഔട്ട് ആവാൻ ചെയ്യാൻ വേണ്ടിട്ടാണ് അല്ലെ നിമ്മി? എവിടെ ഞാനും കരുതി എന്താണ് ഷാക്കിയുടെ വിശദീകരണം വരാത്തത്. അതെ പുറത്തു വരൂ. ഷാക്കിറ ഇങ്ങോട്ട് വിശദീകരിക്കട്ടോ, ഞാൻ ഇവിടുന്ന് എണീക്കണ്ടേ. ഞാനും സാറുള്ള സ്നേഹം കൊണ്ടല്ലേ നമ്മളിങ്ങനെ ഇരിക്കുന്നത്. എന്ത് 9:09 ആയി മോനെ. നിങ്ങൾക്ക് ഓക്കെ 10 ഓക്കെ. ആവാം, 10:45 പതിനൊന്നിലേക്ക് ആവാലോ. എനിക്ക് വീട്ടിലെത്തിയിട്ടില്ല. ഇവിടെ വീട്ടിൽ 10 മണി. നാളെ ഒരു ദിവസം ഉണ്ടല്ലോ സാർ. നാളെങ്ങാനും ഒരു പണിമുടക്ക് പിൻവലിച്ചാൽ ആകെ കുടുങ്ങില്ലേ. സാർ ഈ ഷാക്കിയെ ഹോസ്റ്റ് ആക്കിയിട്ട് സാറ് വീട്ടിൽ പോകാൻ നോക്കൂ സാർ. ഷാക്കി ഇങ്ങനെ